ഭവനങ്ങളിലായി പല സ്ഥലങ്ങളിലായി ഞങ്ങൾ ഇരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഉള്ളതിനാലും നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിലേക്ക് എല്ലാവരെയും എല്ലാ വിഷയങ്ങളെയും താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കൂടി വന്നത് ഞങ്ങൾക്ക് കർത്താവെ ബലത്തിനായിരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പം ചില പാട്ടുകളെ പാടി കർത്താവെ അവിടുത്തെ ആരാധിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുമാറാകണം. പാട്ടുകളെ പാടി ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം ബ്രദർ ബെന്നിയെയും കുടുംബത്തെയും അവിടുന്ന് ഒരുക്കിയിരിക്കയാൽ സ്തോത്രം ചെയ്യുന്ന നാഥ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. കടന്നു വരുവാനുള്ളവർ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ സഹായിക്കണം. അനുഗ്രഹമായിരിക്കുവാൻ സഹായിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ട് ഉത്തരവരുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ വലിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് അല്പസമയം പാട്ടുകളെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ബ്രദർ ബെന്നിയും കുടുംബവും നമ്മളോട് കൂടെയുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് അവരോട് കൂടെ ചേർന്ന് പാടി നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ബ്രദർ ബെന്നി ആൻഡ് ഫാമിലി. താങ്ക് യു ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഡിസൺ ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇന്നായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം രാജാവായി വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എല്ലാ സ്നേഹവന്ദനങ്ങളെയും അറിയിക്കുകയാണ്. എല്ലാവരെയും സ്വർഗത്തിൻ്റെ കലവറ തുറന്ന് ഇന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കടന്നു വരാം നമ്മുടെ കർത്താവിനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, നമ്മളെ കൈപിടിച്ച് നടത്തുന്ന നമ്മുടെ ദൈവത്തെ, ക്രിസ്തുവിനെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് ആരാധിക്കാം, അവിടുത്തെ സ്തുതിക്കാം. എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ പാറ, അവിടുന്ന് നമ്മുടെ കോട്ട, അവിടുന്ന് ഹല്ലേലൂയ നമ്മുടെ ഗോപുരം, നമ്മുടെ പരിച. ആ ക്രിസ്തുവിനെ വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം. എന്തെന്നാൽ അവിടുന്ന് മാത്രമാണ് നമ്മുടെ ബലം. ദൈവമക്കളെ, നമുക്കൊന്നു ചേർന്ന് ബലവാനായ കർത്താവിനെ നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. അവിടുത്തെ വലിയ ബലം നമുക്ക് പ്രാപിക്കാം. ഗ്ലോറി ടു ഗോഡ്. എൻ്റെ പാറയാണ് യേശുനാഥ എന്ന ഗാനം പാടി ഒന്നിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം.
പാടിയിടുവേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുവേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുവേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുവേ. ആരാധന അങ്ങേക്ക്, 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 അങ്ങേക്ക് മാത്രം ആരാധന. ഓ സർവജീവജാലങ്ങളും അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ, നമ്മുടെ പാപത്തെ മാറ്റിയവൻ, നമ്മുടെ ശാപത്തെ പേറിയവൻ, നമുക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടി. ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പിന്നെയും ആരാധിക്കാം, സ്തുതിക്കാം. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്തിൽ നമുക്ക് ഉറക്കാം. ഗ്ലോറി ടു ഗോഡ്. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിന്റെ മുഖത്തെ മാത്രം നമുക്ക് എവിടുത്തെ ആരാധിക്കാം. ഗ്ലോറി ടു ഗോഡ്. ഹേ മരണത്തെ ജയിച്ചവനെ എന്ന ഗാനം പാടി അവിടുത്തെ നമുക്ക് ഉയർത്താം. ഗ്ലോറി ടു ഗോഡ്. അവിടുത്തെ നിത്യജീവന്റെ ബലം പ്രാപിക്കാം. ഹല്ലേലൂയ. ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. മരണത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ.
അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഉലകത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ആനന്ദദായകനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോസന്നാ, 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 ഹല്ലേലൂയ ഓ, ഈ കർത്താവിനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കല്ലറയ്ക്കോ മരണത്തിനോ ഈ സ്വലോക ശക്തികൾക്കോ ഒതുക്കുവാൻ സാധിക്കില്ല. ഹേ മരണമേ, നിന്റെ പാപം, നിന്റെ വിഷമുള്ളവിടെ ഗ്ലോറി ടു ഗോഡ്. നമുക്ക് ഉയർപ്പിന്റെ ശക്തി തരുന്ന പരിശുദ്ധാത്മാവ് ആ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിച്ചതിനായി നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. ആ ദൈവം ഹല്ലേലൂയ ഒരിക്കലും മയങ്ങിയില്ല, ഉറങ്ങിയില്ല. ദൈവമക്കളെ, ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ ഒരിക്കലും മയങ്ങിയില്ല, ഉറങ്ങിയുമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ ജനത്തെ, മക്കളെ പരിപാലിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ഈ ഭൂമിയിൽ ആർക്കും ഒന്നിനും കഴിയില്ല എന്ന് നമുക്ക് ഉറച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ മഹത്വം കരയറ്റാം. ഹല്ലേലൂയ. എന്തെന്നാൽ അവിടുന്ന് എൻ്റെ പാറ, എൻ്റെ ഗോപുരം, എൻ്റെ പരിച. ഗ്ലോറി ടു ഗോഡ്. ഒന്നിച്ച് ചേർന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Within your mighty hand, hide me now.
ഗ്ലോറി ടു ഗോഡ്. ഇത്രത്തോളം നമ്മെ ഹല്ലേലൂയ അവിടുത്തെ ആരാധിക്കുവാനുള്ള കൃപ ദൈവം ചെയ്യുന്നതിനായി നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ കൃപയിൽ പിന്നെയും നമുക്ക് ചാരാം. ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾ, മധ്യസ്ഥ പ്രാർത്ഥന, ദൈവവചന ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായി ഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തിരുവചനം ഘോഷിക്കുന്ന ദൈവദാസിയെ കാൽവരിയുടെ മറവിൽ മറയ്ക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുവാനും ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലും സൗഖ്യവും ഈ അന്ത്യനാളുകളിൽ പ്രത്യാശയുമായി ശോഭിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തെ ദിവസം ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ കൃപകളും അവൻ്റെ കരുണകളും നമ്മൾക്ക് ഓരോരുത്തർക്കും മതിയായതായിരിക്കാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് പ്രാർത്ഥനയ്ക്കായി അല്പസമയം വേർതിരിക്കാം. ഞാൻ ആ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിക്കാം. നമ്മളുടെ രാജു ബ്രദറിൻ്റെ സഹോദരൻ മോനി കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഹെഡ് ഓൺ കൊളീഷനിൽ അകപ്പെട്ടു. ഹോസ്പിറ്റലിലെ ICUലാണ്. ഇന്ന് അല്പം ബെറ്റർ ആണെന്ന് അറിഞ്ഞു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ലൂസി സിസ്റ്ററിൻ്റെ ഭർത്താവ് ഫിലിപ്പ് ബ്രദർ ഒരു സർജറി, ബ്രെയിനിൽ ചില ട്യൂമേഴ്സ് ഉള്ളതിനാൽ ചില സർജറിക്ക് വിധേയനായി. സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ കുടുംബത്തെ ഓർത്ത് റിക്കവറിക്ക് വേണ്ടി, പൂർണ്ണമായിട്ടുള്ള റിക്കവറിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റർ ബെറ്റ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞതാണ്. ഇപ്പോഴും വലിയ വേദനയിലൊക്കെയാണ് എന്ന് അറിയുന്നു. ആ സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ അടുത്ത ആഴ്ചയിൽ നടക്കുന്ന ഇലക്ഷനുകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നൈജീരിയയിൽ നടക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ സ്റ്റീവ് പാസ്റ്റർ പറഞ്ഞായിരുന്നു. നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണ്. അവിടെ നൈജീരിയയിൽ മാത്രമല്ല, ലോകത്തിൽ പല ഭാഗത്തും ക്രിസ്ത്യാനികൾക്കെതിരായി പല ശക്തമായ ഉപദ്രവങ്ങൾ നേരിടുമ്പോൾ നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള നമ്മളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവകൃപയിൽ ദൈവം അവരെ കാക്കുവാനായി പ്രാർത്ഥിക്കുക. നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലും കോളേജുകളിലും ആയിരിക്കുന്നവർ, വിവാഹപ്രായമെത്തി ഇരിക്കുന്നവർ, കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഡ്രഗ് അഡിക്ഷനിലും മറ്റും ആയിരിക്കുന്നവർ, ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. യാത്ര ചെയ്യുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. സുവിശേഷ വേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം. ഇത് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും നമ്മളുടെ പേഴ്സണൽ പ്രാർത്ഥനകളിൽ ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ടാണ്. തുടർന്നുള്ള സാക്ഷ്യത്തെയും വചന ശുശ്രൂഷയും ഓർത്തും നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നിത്യനാം ദൈവമേ, നല്ല സമയത്തിനായി വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പിതാവിൻ്റെ മുമ്പിൽ അർപ്പിക്കുവാനായി കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കിയ ഈ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ആയിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നാഥ സ്തുതിക്കുന്നു. പ്രിയ മോനി ബ്രദറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനർത്ഥം വ്യസന കാരണമാകാതെ അവിടുന്ന് കാത്തു. എന്നാൽ ശാരീരികമായ പല വിഷമങ്ങളിലായിരിക്കുന്നു കർത്താവെ. ഹീല് ചെയ്യുന്ന അവിടുത്തെ കരം ആ മകന്റെ മേലെ നീട്ടി കർത്താവ് സഹായിക്കണം. ആ ഭവനത്തിന് വേണ്ടതായ ആശ്വാസം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലൂസി സിസ്റ്ററിന്റെ ഭർത്താവിനായി പ്രാർത്ഥിക്കുന്നു. സർജറിയിലൊക്കെ കൂടെ ഇരുന്നു, എന്നാൽ റിക്കവറിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബെറ്റ്സിക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുടെ കരത്തിനുള്ളിൽ ബെറ്റ്സിയെ മറയ്ക്കണം. വേദനകളിൽ നിന്നുള്ള വിടുതലിനെ കൊടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ കർത്താവെ നിന്റെ വിശ്വാസികൾക്കെതിരെ കർത്താവെ ആ പ്രതികൂല സാഹചര്യങ്ങൾ ഉയരുമ്പോൾ കർത്താവെ നിന്റെ കൃപയിൽ അവരെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ത്യാഗം സംഭവിക്കാതെ കർത്താവെ പലരും തങ്ങളുടെ ജീവൻ പോയാലും ക്രിസ്തുവിനെ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല എന്ന്
പറഞ്ഞു നിൽക്കുമ്പോൾ കർത്താവെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായ ദൈവിക സാന്നിധ്യം ഓരോ ഇടങ്ങളിലും ഇറങ്ങുമാറാണ്. നോർത്ത് ഇന്ത്യയിൽ കർത്താവെ, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കർത്താവെ അക്രമങ്ങളും അതിക്രമങ്ങളും സഭകൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ നിന്റെ കൃപയുടെ കരത്തിനുള്ളിൽ നിന്റെ ദാസന്മാരെ മറയ്ക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെതായ ക്ഷീണങ്ങളിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്നവരുണ്ട്, മറ്റ് പലവിധമായ ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിലും ദാനമായി കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങൾക്കായി, അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയുടെ കരങ്ങൾക്കുള്ളിൽ അവരെ മറച്ച് അവർക്ക് തക്കതായ തുണകളെ ഒരുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴികളെ ഒരുക്കണം. കർത്താവ് ഡിവോഴ്സ്, കർത്താവ് ശത്രു കുടുംബങ്ങളെ ആക്രമിക്കുന്ന കാലയളവിൽ കർത്താവെ ദൈവശക്തിയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഡ്രഗിനും ആൽക്കഹോളിനും അടിമകളായി കർത്താവെ അനേകര് ഉണ്ട്. കർത്താവെ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിടുതൽ അവിടുന്ന് അയക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രാജ്യത്ത് നടക്കുന്ന ഇലക്ഷന് അതിൻ്റെ സമയമാണ്. കർത്താവെ, നവംബർ ആദ്യത്തെ ചൊവ്വാഴ്ച നടക്കുന്ന ഇലക്ഷനുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഹിതമല്ലാത്ത ആരും കർത്താവെ ഓഫീസുകളിൽ എത്താതെ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ജനം ഉണരുവാൻ കർത്താവ് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകമെങ്ങുള്ള സുവിശേഷ വേലകളെയും സുവിശേഷ വേലക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് കർത്താവെ ലോക ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഒരുങ്ങി ജീവിക്കുവാൻ, ജനത്തെ ഒരുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് എൻ്റെ ദാസന്മാരെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കൂടി വരുവാൻ തന്ന ഈ ഒരു അവസരത്തിനായി വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അല്പസമയം കർത്താവെ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവെ നിന്റെ ദാസിയുടെ സാക്ഷ്യം കേൾക്കുവാൻ, നിന്റെ ദാസിയെ ദൈവം നടത്തിയ വഴികളെ കുറിച്ച് കേൾക്കുവാൻ ഒക്കെ നീ ഞങ്ങളെ സഹായിക്കണം. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. അതൊക്കെ ഞങ്ങൾക്ക് ബലമായിരിക്കുവാൻ നീ സഹായിക്കണം. ആരെങ്കിലും ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തക്ക സമയത്ത് അവരും ജോയിൻ ചെയ്യുവാൻ സഹായിക്കണം. പ്രാർത്ഥനകളും അഭയാചനകളും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ടുത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ ആലീസ് ജേക്കബ് നമ്മളോട് കൂടെയുണ്ട്. ഒരു പ്രാവശ്യം ഇതിനു മുമ്പേ അല്പസമയം റാണി സിസ്റ്റർ സാക്ഷി പറഞ്ഞ ആ സമയത്ത് താൻ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. തന്നെ ദൈവം നടത്തിയ വഴികൾ തൻ്റെ സാക്ഷ്യമായി പ്രസ്താവിക്കുവാൻ തമിഴ്നാട്ടിലും ഒക്കെ വളർന്നതുകൊണ്ട് മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ അല്പം ബുദ്ധിമുട്ട്. അപ്പം മണിപ്രവാള ഭാഷ എന്ന് പറയും, ഇംഗ്ലീഷും മലയാളവും ഒക്കെ കൂടെ ചേർത്ത് ആയിരിക്കും താൻ സംസാരിക്കുന്ന. ഗ്രേസ് സിസ്റ്റർ വചനങ്ങൾ മലയാളത്തിൽ വായിച്ച് സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. നമ്മൾക്ക് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ദാസിയെ നയിക്കുന്നത് പോലെ വചനത്തിൽ നിന്ന് സാക്ഷ്യത്തിലൂടെ ഒക്കെ പറയും. നമ്മൾക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. സിസ്റ്റർ ആലീസ് ജേക്കബ്. താങ്ക് യു. സ്തോത്രം. ദൈവനാമം മാത്രം ഉണ്ടാകട്ടെ. ഈ നല്ല സമയം ദൈവസന്നിധിയിൽ നിങ്ങളോടൊപ്പം, ദൈവമക്കളോടൊപ്പം എനിക്ക് വന്ന് എൻ്റെ സാക്ഷ്യം പകരുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ബ്രദർ പറഞ്ഞ പോലെ എനിക്ക് മലയാളം ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ നന്നായിട്ട് കേട്ട് പരിചയമുണ്ട്. കാരണം ഞങ്ങൾ മലയാളി ഫാമിലിയിൽ നിന്ന് വന്നതുകൊണ്ട്, എൻ്റെ ഹസ്ബൻഡും മലയാളി ആയതുകൊണ്ട് ഞാൻ മലയാളം സംസാരിക്കാൻ പഠിച്ചു. പക്ഷെ തമിഴും ഇംഗ്ലീഷുമാണ് എൻ്റെ ഫ്ലുവൻസി ഇൻ ദോസ് ലാംഗ്വേജ്. പക്ഷേ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു.
സ്തോത്രം. ഞാൻ കുറച്ച് എൻ്റെ പേരൻസിൻ്റെ, എൻ്റെ ഫാദർ മദറിൻ്റെയും സാക്ഷ്യം പറഞ്ഞിട്ട്, എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ട്, പിന്നെ വചനത്തിൽ കൂടെ കർത്താവ് തന്ന ആലോചന പകരാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ഈ അവസരം തന്ന ലിൻഡ സിസ്റ്ററിനും ബ്രദറിനും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ബിക്കോസ് എനിക്ക് ഞാൻ അങ്ങനെ ഒത്തിരി സ്ഥലത്ത് പോയി സാക്ഷ്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് എപ്പോഴും ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആത്മാവിൽ ഒരു ഗൈഡൻസ് കിട്ടി. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. എസ്പെഷ്യലി മലയാളത്തിൽ പറയണമെന്ന് ഓർത്തപ്പോൾ പിന്നെയും കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ച് ദൈവം കൃപ ചെയ്തു. എൻ്റെ പേരൻസ്, എൻ്റെ ഫാദറിൻ്റെ പേര് KC എബ്രഹാം, എൻ്റെ മദറിൻ്റെ പേര് എസ്തർ എബ്രഹാം എന്നാണ്. അവർ എൻ്റെ ഫാദറായെങ്കിൽ ഒരു കനാനായ ഫാമിലിയിൽ നിന്ന് ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ അമ്മ മത്തോമ സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഫാദറായെങ്കിൽ ചെറുപ്പത്തിലെ 5 വയസ്സിലെ അമ്മ മരിച്ചുപോയിട്ട് തൻ്റെ എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പച്ചന് 2 സഹോദരിമാരുണ്ടായിരുന്നു. മൂത്ത സിസ്റ്റർ, ഇളയ സിസ്റ്റർ. ഈ 3 പേരും അവിടാണ് വളർന്നത്. 17 വയസ്സ് വരെ ആ വീട്ടിൽ വളർന്നിട്ട് 17ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വചനം കേട്ടു. ഇവിടുന്ന് പോയ ഒരു അമേരിക്കൻ സ്ത്രീ ഒരു ദൈവദാസിയിൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ അവർ കനാനായ സമുദായത്തിലുള്ളത് കൊണ്ട് അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കർത്താവ് അപ്പച്ചന് അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ട് എൻ്റെ അമ്മച്ചിയുടെ കാര്യമാണെങ്കിൽ 12ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് 16ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ച് 21ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ ഫാദറുമായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. ഇവർ 2 പേരും ഒരു അവർക്ക് കേരളത്തിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. അത് എൻ്റെ മൂത്ത സിസ്റ്ററാണ്. ഞങ്ങൾ 4 പെണ്ണുങ്ങളും 3 ആണുങ്ങളുമാണ്. ഇപ്പോഴും എല്ലാവരും 7 പേരും ജീവിച്ചിരിപ്പുണ്ട്. സ്തോത്രം. എൻ്റെ പേരൻസിൻ്റെ കാര്യം ഇങ്ങനെ അവർ പ്രാർത്ഥിച്ച് ദൈവ വിളി കേട്ടാണ് കൊടൈക്കനാലിലോട്ട്, തമിഴ്നാട്ടിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് പൈസ, അവർക്ക് കമ്പം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് കൊടൈക്കനാലിൽ നിന്ന് താഴെ പ്ലെയിൻസ്, കൊടൈക്കനാൽ 7500 ഫീറ്റ് അബവ് ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പരിചയമുള്ള ഒരു സ്ഥലമാണ്, സുഖവാസ സ്ഥലമാണ്. പക്ഷേ അതിൻ്റെ താഴെ വരെ പോകാനുള്ള പൈസയെ എൻ്റെ ഫാദറിനും മദറിനും ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പം വരെ അവർ പൈസ ചിലവാക്കി ബസ്സിൽ കയറി പോയി. അവിടെ ഇറങ്ങാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞപ്പം അപ്പച്ചനനുസരിച്ച് അവിടെ ഇറങ്ങി ഗൈഡ് ചെയ്തു, വടക്ക് തെക്കൻ ഇങ്ങനെ ഗൈഡ് ചെയ്ത് ഒരു വീട്ടിലോട്ട് കൊണ്ടുപോയി. ആ വീട്ടിലോട്ട് പോയപ്പോൾ നോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ ഒരു അമ്മച്ചി അവിടെ നിൽപ്പുണ്ട്. പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക, എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു, ഇങ്ങനെ ഒരു കുടുംബം വരും എന്ന് എന്നോട് സംസാരിച്ചു. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിക്ക് അതിശയം തോന്നി. അവിടെ അവർ 6 മാസം താമസിച്ചു. 6 മാസം താമസിച്ചപ്പോൾ അനേക അത്ഭുതങ്ങൾ അവരിൽ കൂടെ നടന്നു. എസ്പെഷ്യലി കാലറ ഉള്ള സ്ഥലത്ത് ഉള്ള ഒരു സമയമായിരുന്നു. ആ സമയത്ത് അമ്മച്ചിയും കൊച്ചുമോളും പോയി ഇങ്ങനെ പ്രാർത്ഥിച്ച് അനേകർക്ക് ഹീലായി ജീവൻ പ്രാപിച്ച അവിടെ ഒരു സഭ ഉണ്ടായി. ഇത് ഈ സ്റ്റോറി ഞങ്ങൾക്ക് പറയുന്നത്, ഇപ്പോൾ ഒരു അപ്പച്ചൻ ന്യൂയോർക്കിലുണ്ട്. ആ അപ്പച്ചന് ഇപ്പോൾ 89 എത്ര വയസ്സായി കാണും. ആ അപ്പച്ചന് 8 വയസ്സുള്ളപ്പോൾ ഉള്ള സ്റ്റോറി. ആ അപ്പച്ചൻ്റെ വീട്ടിലാണ് എൻ്റെ പേരൻസ് പോയത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തോന്നി. ആ അപ്പച്ചൻ ഞങ്ങളുടെ അടുത്ത് ഈ സ്റ്റോറി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളെ മക്കളെ കേട്ടിട്ട് ഞങ്ങൾക്ക് അതിശയം തോന്നി. എൻ്റെ മൂത്ത സിസ്റ്ററിന് ഓർമ്മയില്ല, ബിക്കോസ് ഒത്തിരി 1 ഇയർ ഓൾഡായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത സിസ്റ്ററിനെ ഒരു തേള് കടിച്ചു. അത് കാരണം മരിച്ചു പോകുമെന്ന് ഓർത്ത് എന്നാൽ അതിശയമായിട്ട് ജീവിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം തോന്നി. ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം തോന്നി കൊടൈക്കനാലിലോട്ട് പോകാനായിട്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ കൊടൈക്കനാലിൽ പോകാനെങ്കിൽ പൈസ വേണം, ബസ്സിൽ കയറി പോകണമെങ്കിൽ പൈസ വേണം.
വിശ്വാസത്തിലാണ് പോയത്. ഒരു മോനെ ഉള്ളായിരുന്ന എല്ലാം കളഞ്ഞാ പോയത്. എന്നാ വിശ്വാസത്തിൽ ഒരു ഒരു അമ്മച്ചിക്ക് മോക്ക് മാത്രം ബസ്സിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. അത് കൊടുത്തു. എൻ്റെ ഫാദർ ആ 7000 ഫീറ്റും കാൽനട കൊണ്ട് കയറി ചെന്നു. നടന്നാ കയറിപ്പോയത്. അന്ന് കാലത്ത് ഭയങ്കരമായ അനിമൽസും മലപ്പാമ്പും ഒക്കെ ഉള്ള ഒരു സമയമായിരുന്നു. എന്നാൽ എൻ്റെ ഫാദർ ധൈര്യമായിട്ട് വിശ്വസിച്ച് അങ്ങ് കയറിപ്പോയി. കയറി ചെന്ന് അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു 1-2 വിശ്വാസികളെ ഉള്ളായിരുന്നു. ഇന്ന് നമ്മൾ അറിയുന്ന കൊടൈക്കനാലല്ല അന്ന്. കൊടൈക്കനാൽ അന്ന് ഒരു ഭയങ്കര ഒരു ഡാർക്ക് പ്ലേസ് ആയിരുന്നു. എല്ലാം വെരി പുവർ, ഒത്തിരി പാവപ്പെട്ടവരും ചാക്ക് കൊണ്ടൊക്കെയാ ക്ലോതിങ് ഒക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് 2 വിശ്വാസികൾ, അതിൽ ഒരു വിശ്വാസി 5 രൂപ കൊടുക്കും. ഈ 5 രൂപ കൊടുത്ത് വീടിൻ്റെ വാടക കൊടുക്കും. വാടകയും കൊടുത്ത് 4 പ്രാവശ്യം ഒരു മീലും ഉണ്ടാക്കാൻ കാശ് കാണും. അപ്പോൾ ആ മീലിന് ആ അപ്പച്ചൻ വരും, അപ്പച്ചനും 3 പേരും കഴിക്കും. പിന്നത്തെ മീല് വിൽസനമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മ മീൽ തരും ഫ്രൈഡേ. ആ ഫ്രൈഡേ വരെ നോക്കിയിരിക്കും. ഇടയ്ക്കൊക്കെ വല്ലം ക്യാബേജോ വല്ലം അങ്ങനെ കിഴങ്ങുകളോ അങ്ങനെ കഴിച്ചാണ് ദൈവവേല ചെയ്യാൻ തുടങ്ങിയ. ഹല്ലേലൂയ. അവിടെ ഒരു 10-14 വർഷം അധികമായിട്ട് കഷ്ടപ്പെട്ടു. പല പ്രാവശ്യം നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. എന്നാലും ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് അവിടെ നിന്ന് ഫെയ്ത്ത്ഫുള്ളായിട്ട് നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് 2 പിള്ളേർ സ്റ്റിൽ ബർത്തിൽ സ്റ്റാർവേഷനിൽ മരിച്ചു. ഒരു മോൻ ഒരു അസുഖം വന്ന് മരിച്ചു. മൊത്തം ഞങ്ങൾ 10 പേരാണ്. പക്ഷേ 7 പേരെ ഉള്ളൂ ഇപ്പോൾ. ഞങ്ങൾ എല്ലാവരും 60s 70s, 1 person 80. എല്ലാവരും സുഖമായിട്ട് കർത്താവിൻ്റെ വേലയിൽ കർത്താവിൻ്റെ മക്കളായിട്ട് ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളുമായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ സ്ഥലത്ത് ഒരു 14 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ചെട്ടിയാർ എന്ന് പറഞ്ഞാൽ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ പേരൻസിനെ കണ്ടേച്ച് പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് ഏതോ ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്ന് അപ്പച്ചൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പം നിന്നെ കണ്ട എൻ്റെ മോൻ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. കുറേ ഏക്കർ ആ സ്ഥലത്തിൻ്റെ കൊടൈക്കനാലിൻ്റെ ഹാർട്ട് ഓഫ് ദ ടൗൺ കുറേ ഏക്കർ എഴുതി കൊടുത്തേച്ച് പറഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സർട്ടൻ എമൗണ്ട് പൈസ കയ്യിൽ തന്നാൽ മതി, നിനക്ക് ഞാനിത് എൻ്റെ മകനെ പോലെ ട്രസ്റ്റ് ചെയ്ത് ഞാൻ തരുവാന്ന് പറഞ്ഞു. അങ്ങനെ തന്നപ്പം അപ്പച്ചൻ ആ സ്ഥലത്ത് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവസന്നിധിയിൽ പോയി അവിടുത്തെ കൃഷിയൊന്നും അറിയത്തില്ല. നാട്ടിലെ കൃഷി പരിചയമുണ്ട്, പക്ഷെ അവിടുത്തെ കൃഷിയൊന്നും അറിയത്തില്ല. എന്നാൽ അവിടുത്തെ മെയിൻ കൃഷി ഉരുളക്കിഴങ്ങ. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയൊന്നും അറിയത്തില്ല, അതിൻ്റെ സീഡൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ഞാൻ സീഡും തരാം, ഫെർട്ടിലൈസറും തരാം, സാർ എനിക്ക് ഈ കൃഷി കഴിഞ്ഞിട്ട് എനിക്ക് പൈസ തന്നാൽ മതി. അത് കേട്ടപ്പോൾ അപ്പച്ചന് സന്തോഷം തോന്നി. എന്നാൽ ഇത് ആരാ ഈ ഇത്ര ഏക്കേഴ്സിൽ പോയി കിഴങ്ങിടുന്നെന്ന് ഓർത്തപ്പോൾ അവിടെ ആ സ്ഥലത്ത് കുറേ പാവങ്ങൾ താമസിക്കുമായിരുന്നു. അപ്പോൾ ഒത്തിരി ക്ഷാമമുള്ള ഒരു സമയമായിരുന്നു. ആ സ്ഥലത്ത് ആ പാവങ്ങളൊക്കെ വിളിച്ച് ജസ്റ്റ് ടിൽട്ടൊന്നും ചെയ്തില്ല, ജസ്റ്റ് കുഴി വരച്ച് അപ്പച്ചന് ഒരു സീഡും കുറച്ച് ഫെർട്ടിലൈസറൊക്കെ ഇട്ട് മൂടി വെച്ച് വിട്ടപ്പോൾ ഇന്നും അവിടുത്തെ ഒരു ചൊല്ലുണ്ട്, തമിഴിലാണ് പറയുന്നത്, കോതർക്ക് വിളഞ്ഞ പോലെ ആർക്കും വിളഞ്ഞിട്ടില്ല. ഇന്ന് ഓരോ കിഴങ്ങും 5 കിലോ ആയി കിഴങ്ങായിരുന്നു. അന്ന് അപ്പച്ചൻ ആ പാവങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തേച്ച് ബാക്കി അത് കൊണ്ടുപോയി വിറ്റപ്പോൾ ഒരു നല്ല ലാഭം ഉണ്ടായി. ഞാൻ പറയാം, ബൈബിളിലും പറയുന്നുണ്ട്, ജെനിസിസ് 26:12 ഐസക് ക്ഷാമകാലത്ത് 100-fold വേണം. അതുപോലെ എൻ്റെ ഫാദറിനും സംഭവിച്ച. അത് ആദ്യത്തെ കൃഷി മാത്രമല്ല, അപ്പച്ചൻ ഏത് സമയത്ത് ഏത് കൃഷി എപ്പോൾ ചെയ്താലും അനുഗ്രഹമായിരുന്നു അപ്പച്ചൻ്റെ കൈ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ ജാനുവരി 1 കുറേ പേര് വരും. എന്താ അപ്പച്ചൻ്റെ കയ്യിലും അമ്മച്ചിയുടെ കയ്യിലും കുറച്ച് ചെറിയ ഒരു തുക വാങ്ങിച്ചുകൊണ്ട് പോകാൻ. അവർ കൊണ്ടുവരുന്നെന്ന് കണ്ട മാലയും ലെമനും എല്ലാം കൊണ്ടുവരും. പക്ഷേ അവരുടെ വിശ്വാസമായിരുന്നു എൻ്റെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും
കൊണ്ടുപോയ കിട്ടിയ ആ വർഷം അനുഗ്രഹമായിരുന്നു. അപ്പം ഒരു തമിഴ്, മുസ്ലിം, ഹിന്ദു അങ്ങനെ ഒന്നും നോക്കാതെ എൻ്റെ ഫാമിലി എപ്പോഴും എല്ലാവരെയും സഹായിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ വീട്ടിലായെങ്കിൽ ഒരു ദിവസം എൻ്റെ മദർ ഒരു 4-5 ഹോംലെസ് പീപ്പിളിന് ഫീഡ് ചെയ്യും. ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാത്ത ദൈവമക്കളില്ല, എല്ലാവരും കാണും. ചിലപ്പോൾ 12 മണിക്കായിരിക്കും അപ്പച്ചൻ വിളിക്കുന്നത്, ഇങ്ങനെ ആൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ സ്തോത്രം പറഞ്ഞ് ഇങ്ങനെ ചട്ടിക്കകത്തുനിന്ന് ചോറ് എടുത്തെടുത്ത് കൊടുക്കുന്ന കാണാം. ഞാൻ തന്നെ കണ്ട് അതിശയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തൃപ്തിയായിട്ട് കൊടുത്ത് ദൈവം അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള പല ടെസ്റ്റിമോണീസ് ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഒരു സംഭവം ഞാൻ പറയാം. അപ്പച്ചന് ഒരു പ്രാവശ്യം സുഖമില്ലാതെ കിടന്നപ്പോൾ വളരെ മരണത്തോടടുത്തിരിക്കുമ്പോൾ എൻ്റെ ബ്രദറും ഞാനും എൻ്റെ അമ്മച്ചിയും മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അപ്പച്ചനോട് പറഞ്ഞു, അപ്പം ദൈവത്തോട് എൻ്റെ ബ്രദർ പ്രാർത്ഥിച്ചു, കർത്താവെ, എൻ്റെ മൂത്ത ബ്രദർ പ്രാർത്ഥിച്ചു, കർത്താവെ, നിൻ്റെ ദാസൻ ഈ മലയിൽ കാൽനടയായിട്ട് കയറി വരുന്ന ഒന്ന് കാണണേ കർത്താവെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മിനിറ്റ്, ദാറ്റ് സെക്കൻഡ്, ഹി ഗോട്ട് ഹീൽഡ്. ദൈവം ആർക്കും കടക്കാരനല്ല, ഒരുത്തർക്കും കടക്കാരനല്ല. ഒരു കാര്യവും നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവും മറക്കത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത ആ വെള്ളത്തിന് ദൈവം പ്രതിഫലമായിട്ട് നമ്മളോട് കൂടെ വസിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയോ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 7 മക്കൾ വളർന്നിട്ടുള്ള സമയത്ത് ഒരു പ്രാവശ്യം പോലും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. എല്ലാവർക്കും പനിയും അസുഖവും എല്ലാം വരും. അമ്മച്ചി പ്രാർത്ഥിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കും, അത് സുഖമാകും. ഇങ്ങനെ അത്ഭുതം കണ്ട് ഞങ്ങൾ വളർന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ഹല്ലേലൂയ. റോമൻസ് 4:17 അബ്രഹാം പോയതുപോലെ മരിത്തോരെ ജീവിക്കുന്ന ദൈവവും ഒന്നുമില്ലായ്മയിൽ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവാന്നുള്ള ആ തിരുവചന പ്രകാരമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം അസുഖങ്ങളൊക്കെ ടൈഫോയിഡും ഇതെല്ലാം വന്നിട്ടുണ്ട്. എന്നാലും ദൈവം പരിപൂർണ്ണ വിടുതല തന്ന് ഞങ്ങളെ വഴി നടത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്രയോ അസുഖങ്ങൾ വന്നിട്ടുണ്ട്, കർത്താവ് പരിപൂർണ്ണ വിടുതല ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ ആ സ്ഥലത്ത് ദൈവം അനുഗ്രഹിച്ചു. ആ സ്ഥലത്ത് കർത്താവ് ഫിനാൻഷ്യലി മാത്രമല്ല, പക്ഷേ സ്പിരിച്വലി ഓൾസോ ലോർഡ് ബ്ലെസ്ഡ് us. ആ ദേശത്ത് ഞങ്ങള് സുവിശേഷീകരണം ചെയ്യാത്ത സ്ഥലമില്ല, വീടുകളില്ല. ആ സ്ഥലത്ത് ഉള്ള ട്രീസ് വരെ സുവിശേഷം പറയും. അതുപോലെ എൻ്റെ പേരൻസും എൻ്റെ ബ്രദേഴ്സും ഒരുമിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി വളരെ വളരെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് മനസ്സുണ്ടായത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ ചെട്ടി മനുഷ്യൻ തന്ന സ്ഥലത്ത് ഇന്ന് 3 ചർച്ചസ് ഉണ്ട്. ആ ദേശത്ത് ഇന്ന് മൊത്തം 10-14 ചർച്ചസ് ഉണ്ട്. ഈ കൊടൈക്കനാൽ എന്ന് പറയുന്ന വലിയ ഒരു സ്ഥലമല്ല, ചെറിയൊരു സ്ഥലമാണ്. പക്ഷെ ദൈവം അതിനെല്ലാം വഴി ഒരുക്കി ദൈവം ഇങ്ങനെ ശക്തീകരിച്ചുകൊണ്ട് വരിക. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞാൻ എൻ്റെ പേരൻസിൻ്റെ ഇപ്പോൾ എൻ്റെ പേരൻസ് കർത്താവിൽ എടുക്കപ്പെട്ടു. എൻ്റെ ബ്രദേഴ്സിന് ദേ ആർ വിത്ത് ഇത് ദൈവനാമ മഹത്വത്തിന് മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. ദേ ഹാവ് സ്കൂൾസ്, ദേ ഹാവ് യൂണിവേഴ്സിറ്റി, കൊടൈക്കനാൽ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി, സൈൻ പബ്ലിക് സ്കൂളിന്, ഇങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷനും കുറേ ആ ദേശത്ത്. എൻ്റെ പേരൻസ് 2 പേരും മരിച്ചപ്പോൾ ആ ദേശം എങ്ങും കടം മുഴുവനും ക്ലോസ് ചെയ്തിട്ട് വന്നിട്ടാണ് ആ ഫ്യൂണറൽ പീപ്പിൾ അറ്റൻഡ്. എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് ആ ഫ്യൂണറൽ ഗ്രൗണ്ട് വരെ എല്ലാ മനുഷ്യരും നടന്നു പോകുമായിരുന്നു. ആ നടന്നു പോയിട്ട് ഒരു വലിയ ഇൻ്റർസെഷനിൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ, ആരുടെയുള്ള മനുഷ്യൻ കരഞ്ഞായിരുന്നു, അമ്മാ നീ തന്ന ശാപ്പാടാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു കൃപ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം. ഞാൻ 6ാമത്തെ കൊച്ചാണ് വീട്ടിലെ. 3 ആണുങ്ങളും 4 പെണ്ണുങ്ങളും ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിൽ 6th ചൈൽഡാണ് ഞാൻ. എനിക്ക് ഇളയ ഒരു ബ്രദറുണ്ട്. എൻ്റെ ഇളയ ബ്രദർ ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. മൊത്തം 2 ബ്രദേഴ്സും അവർ മിനിസ്ട്രി മുഴുവനും ചെയ്യുന്നുണ്ട്, എന്നാൽ അവരുടെ ജോലിയും ചെയ്തിട്ടാണ്. ഇളയ ബ്രദർ ഫുൾ ടൈം ഇങ്ങനെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ്.
പ്രൈസ് ബി ടു ഗോഡ്. എനിക്ക് 3 സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. 2 സിസ്റ്റേഴ്സ് കാനഡയിലും 1 സിസ്റ്റർ ഷിക്കാഗോയിലും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിലേ എൻ്റെ അമ്മ ഒരു നാളും ഉറങ്ങത്തില്ല. 3 മണി തൊട്ട് 6 മണി വരെ എന്നും പ്രാർത്ഥിക്കും. ഞങ്ങൾ അമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ടാണ് ഞങ്ങൾ എല്ലാവരും എഴുന്നേക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞു, എന്തുവാ ഇറാൻ, ദൈവം പറയാ ഇറാനിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആരാ ഇറാൻ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു വളരെ സ്പെസിഫിക് ആയിട്ട് പവർഫുൾ വെസൽ ഓഫ് ഗാഡ് ആയിരുന്നു. പ്രയർ വാരിയർ ആയിരുന്നു പുള്ളിക്കാരത്തി. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ എൻ്റെ 6ാമത്തെ വയസ്സ് തൊട്ട് എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാനും പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് 10ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ സിസ്റ്ററും ബ്രദേഴ്സുമായിട്ട് 4 പേർക്ക് ഒരേ പ്രാവശ്യം അഭിഷേകം കിട്ടി. 10 വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. 16ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. ഞാനിങ്ങനെ വളർന്ന് കോളേജിൽ പോയി. റാണിയൊക്കെ ദൈവഭാഗത്ത് വന്നു. പലരും ദൈവഭാഗത്ത് വന്ന് ദൈവം എന്നെ പല രീതിയിൽ ഉപയോഗിച്ചു. എന്നാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് കൊച്ചി പ്രദേശത്തിൽ പോയപ്പം ആദ്യമേ ഞാൻ സൗദിയിലാണ് പോയത്. പിന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊച്ചിയിൽ വന്നു. കൊച്ചിയിലായപ്പോൾ ദൈവം എന്നോട് വചനത്തിൽ കൂടെ ഇടപെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവവചനം, ഈ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എങ്ങനെ എന്ത് റൈറ്റിംഗ്, എന്ത് ജ്ഞാനം അതിലുള്ളതെന്ന് ഞാൻ അന്തം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം കർത്താവ് എന്നോട് ഇടപെട്ടു. ഈ ഫോക്കസ് ഓൺ 1 verse, Ephesians 1:3. Ephesians 1:3. ആ വചനം ഒന്ന് ആരെങ്കിലും വായിക്കാവോ? Ephesians 1:3 മലയാളത്തിൽ വായിക്കണേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ആ വചനത്തില് നമ്മൾ എന്നുള്ള ഇടത്ത് ഞാൻ എൻ്റെ പേര് എൻ്റെ കർത്താവ് ഇടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ലോർഡ് എന്ന് പറഞ്ഞ് ഞാൻ ആ പേരിട്ട് 1 മാസം ആ വചനം. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട് ചെറുപ്പം തൊട്ടേ എൻ്റെ സ്വർഗീയ അപ്പച്ചൻ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും ഞാൻ പ്രാപിച്ചെടുക്കണം. അത് ദൈവത്തിൻ്റെ മനസ്സിന്, പിതാവിൻ്റെ മനസ്സ് സന്തോഷിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഈ ലേഖനങ്ങൾ വായിച്ച് ഈ വചനം വന്നപ്പോൾ എനിക്കങ്ങ് അതിശയം തോന്നി. ഓ ലോർഡ്, ദിസ് ഈസ് ദ വേർഡ് വിച്ച് ഐ നീഡ് ടു ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞു ആ പേര് നമ്മൾ എന്നുള്ള അടുത്ത് എൻ്റെ ഇടാൻ പറഞ്ഞിട്ട് ഞാൻ 1 മാസം ഇങ്ങനെ ഈ വചനം ഉരുവിട്ടപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ നിന്ന് ഈ വചനം എൻ്റെ സ്പിരിറ്റിലോട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഞാൻ അനുഭവപ്പെട്ടു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഈ വചനം ഒരുമിച്ച് സച്ച പവർ, ദൈവത്തിൻ്റെ പവർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ദൈവത്തിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റി. ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അന്ന് എനിക്ക് മനസ്സിലായി ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഡിവൈൻ പവറുള്ള, ബിൽറ്റിൻ പവറുള്ള ദൈവത്തിൻ്റെ വചനം. ഫോർ വാട്ട് ഇറ്റ് ഇസ് സെന്റ് ഇറ്റ് വിൽ അക്കംപ്ലിഷ് ആൻഡ് കം ബാക്ക്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഐസായ 55:11 പറയുന്ന പോലെ വാട്ട് എവർ ഈ ദൈവവചനം, ഇത് കർത്താവിൻ്റെ വായിന്ന് ഇൻസ്പയർഡ് ആയ ദൈവവചനമാണെന്ന് പറഞ്ഞ് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടായി. അത് ആ അനുഭവം സ്പിരിച്വൽ വാക്കിൽ എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തി. ഞാൻ പിന്നെയും എപ്പോഴും ദൈവവചനത്തിൽ ഞാൻ ആഴമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ മദർ പ്രാർത്ഥിക്കും, കർത്താവെ വേദത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇപ്പം കർത്താവെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവവചനത്തിൽ ഞാൻ പിന്നെ വളരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കല്യാണം 22ാം മാസ്റ്റേഴ്സ് കഴിഞ്ഞു. 23ാമത്തെ വയസ്സിലെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ സൗദി അറേബ്യ പോയി. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് നോട്ട് സൗദി അറേബ്യ, വി കെയിം ടു കാനഡ ആഫ്റ്റർ 7 years ഓഫ് എറണാകുളം. വി കെയിം ടു എറണാകുളത്ത് എനിക്ക് കുറേ ആത്മാക്കളെ കിട്ടി, ദൈവം ദാനം ചെയ്തു. അങ്ങനെ ഒരു എസ്പെഷ്യലി ഒരു ഫാമിലി, ആൻജി എന്ന് പറയും, അവളുടെ വീട്ടിൽ 11 പേരാണ്. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടു വന്നു. ദൈവത്തിന് ഇങ്ങനെ എനിക്കൊരു സ്പെഷ്യൽ ഗ്രേസ് ഉണ്ട്. ഈ 1-on-1 ഇവാഞ്ചലിസം ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിചാരിക്കും ഞാൻ എന്തോ പറയാനുണ്ട്, പക്ഷെ നമ്മൾക്ക് ദൈവം തരുന്ന ആ വെസൽ നമ്മുടെ സ്പിരിറ്റ് ഓപ്പൺ ചെയ്ത് വി ആർ ദ ചൈൽഡ് ഓഫ് ദ മോസ്റ്റ് ഹൈ. ഞാൻ ഡോട്ടർ ഓഫ് സയൻ എന്നുള്ള ബോധ്യത്തോട് നമ്മൾ കാത്തിരുന്ന ദൈവം നമ്മുടെ അടുത്ത് ആൾക്കാരെ കൊണ്ടുവരും.
അവരോട് പേഴ്സണലായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കാൻ കഴിയും. ആസ് ഐ എം ടോക്കിംഗ്, I have 6 women I'm mentoring. സോ ഇങ്ങനെ അവിടെ എനിക്ക് ദൈവം ദാനം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാനഡയിൽ വന്നു. കാനഡയിൽ കുറച്ച് നാൾ അവിടെ താമസിച്ചു. പിന്നെ ന്യൂയോർക്കിൽ വന്നു. ന്യൂയോർക്കിൽ നിന്ന് അറ്റ്ലാന്റ ദേശത്ത് 1996 വന്നപ്പോൾ ഞങ്ങൾക്ക് 3 മക്കൾ, പെൺമക്കളാണ്. മൂത്തവള് ന്യൂയോർക്കിലെ മാരീഡാണ്. രണ്ടാമത്തെ മോൾ ഇവിടെ അറ്റ്ലാന്റയിലെ മാരീഡാണ്. 2 മക്കളുണ്ട്. മൂത്തവൾക്ക് 1 മോളുണ്ട്. ഇളയ മോൾ എൻ്റെ കൂടെ താമസിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ അറ്റ്ലാന്റ ദേശത്ത് വന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ കർത്താവ് ഒരു ഭയങ്കര ഒരു ചാലഞ്ച് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു സംഭവം സംഭവിച്ചു. 2003 എൻ്റെ ഹസ്ബൻഡ് ദൈവഭാഗത്ത് എടുക്കപ്പെട്ടു. എനിക്ക് 42 വയസ്സേ ഉള്ളൂ. എൻ്റെ മൂത്ത മോൾക്ക് 17 വയസ്സും രണ്ടാമത്തെ മോൾക്ക് 11, മൂന്നാമത്തെ മോൾക്ക് 6 വയസ്സേ ഉള്ളൂ. ഇത് എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ, ഹല്ലേലൂയ, ഞങ്ങൾ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ, ചിക്കാഗോ വീട്ടിൽ പോവുക. ഫെബ്രുവരി 14th ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഫെബ്രുവരി 14th ഒരു ആക്സിഡൻറ്റ് വഴിയാണ് എൻ്റെ ഹസ്ബൻഡ് ദൈവഭാഗത്ത് എടുക്കപ്പെട്ടത്. അപ്പോൾ ഒരു 14th ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഓക്കെ, ഇന്ന് വാലന്റൈൻ ഡേ, ലെറ്റ്സ് ഈറ്റ്, വിൽ ഷെയർ എ മീൽ ആൻഡ് ദെൻ ഗോ. I said okay. അങ്ങനെ ഞങ്ങൾ മീലൊക്കെ കഴിച്ച് ഇറങ്ങി കുറച്ച് ദൂരം പോയപ്പം he said I am feeling sleepy. അപ്പം ഞാൻ പറഞ്ഞു, ഒരു എക്സിറ്റിലെടുത്ത് നമുക്ക് താമസിച്ചിട്ട് രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കണ്ണടച്ച് തീരുന്നതിന് മുമ്പ് അവർ വെഹിക്കിൾ സ്റ്റാർട്ടഡ് റൊട്ടേറ്റിംഗ്, ടോപ്ലിംഗ്. ഭയങ്കര സ്നോ ഒക്കെ ഉണ്ട്. അത് ടോപ്പിൾ ചെയ്ത് ഈ ഒരു പോണ്ടിൽ ഒരു വലിയൊരു ഒരു ഫെൻസ് ഉണ്ടായിരുന്നു. ആ ഫെൻസ് കഴിഞ്ഞിട്ട് ഒരു പോണ്ടിൽ പോയിട്ട് തല കുത്തി ഞങ്ങളുടെ മുഖം മൂക്ക് കുത്തി അന്ന് നിന്നപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളത്തിലാണ്. അപ്പോൾ ഈ കുറച്ച് മുമ്പ് എൻ്റെ കൊച്ചുമോള് പറഞ്ഞു, എനിക്ക് അമ്മയുടെ അടുത്ത് വന്ന് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ നിർബന്ധം പിടിച്ചുകൊണ്ട് ഞാൻ അവളെ എൻ്റെ മടിയിലിരുത്തി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവളെ താഴെ ഇരുത്തി. ആ സമയത്ത് എൻ്റെ 2 പിള്ളേരും സീറ്റ് ബെൽറ്റ് എടുത്തു. ഞാനൊന്നും പറഞ്ഞില്ല. അതെനിക്ക് അതിശയമായിരിക്കുന്നു. ഇപ്പോൾ ഓർത്ത അതിശയായിരുന്നു. How can I I never allow my children without seat belt. That's the first incident ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ സീറ്റ് ബെൽറ്റ് ഈ ടോപ്പിലാവുമ്പോൾ എൻ്റെ സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് കുഞ്ഞിനെ തപ്പുക. അപ്പോൾ അവളെ കിട്ടുന്നില്ല എനിക്ക്. പക്ഷെ ഞങ്ങളെല്ലാവരും വെള്ളത്തിലായി ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 3 ശബ്ദം കേൾക്കാം, are you there എന്ന് പറഞ്ഞ്. അങ്ങനെ 3 പേര്, ഒരു വൈറ്റ് അമേരിക്കൻ, ഒരു ബ്ലാക്ക് അമേരിക്കൻ, ഒരു സ്പാനിഷ് അമേരിക്കൻ, ഇങ്ങനെ 3 പേരും വന്ന് ഞങ്ങളെ 4 പേരെയും പിടിച്ച് വലിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇളയ മോഡെടുത്ത് ആരാണ്ടൊന്ന് ചെവിക്കകത്ത് പറയാം, go to the place where there is no water, അവർക്ക് നീന്തൽ അറിയായിരുന്നു, where there is no water and keep your head up. ദൂതന്മാർ പറയാം ഞങ്ങളുടെ അടുത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ വന്ന് ഞങ്ങളെ പുൾ ചെയ്തു. അപ്പോൾ ഇവരുടെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ടാണ്. ഈ പോണ്ട് എന്ന് പറയുന്നത് വേറെ ഐസിസ് തിന്നെന്ന് നമുക്കറിയത്തില്ല. ഇവരുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്തിട്ട് എത്രയോ കാറുകൾ പോകുന്നു. ഒരു കാറ് നിൽക്കാതെ ഇവർ മാത്രം നിർത്തി ഞങ്ങളെ 4 പേരെയും പുൾ ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് സീറ്റ് ബെൽറ്റ് ലോക്ക് ആയതുകൊണ്ട് മരിച്ചുപോയി. ദൈവഭാഗത്തെത്തി, ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. നമുക്ക് അങ്ങനെ വി ആർ ട്രാൻസ്ഫർ. ഹല്ലേലൂയ. സോ ഞാനിങ്ങനെ കരയുക, കർത്താവേ, എനിക്ക് അച്ചാച്ചനില്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കും? 3 പെൺമക്കളെ വെച്ച് ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് മനസ്സിലായി 20 minutes കൂടുതൽ he didn't come out. So I understood that he is gone. So അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കാല് തൊട്ട് തല വരെ ഇങ്ങനെ ഒരു ശക്തിയായിട്ട് കയറി വന്ന് എന്നെ അങ്ങനെ കവർ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഒരു ധൈര്യം, സ്പിരിറ്റ് ഓഫ് മൈറ്റ് വന്ന പോലെ എനിക്ക് തോന്നി. ആ അഭിഷേകം ഇപ്പോഴും ഉണ്ട് എനിക്ക്. എന്ന് ഞാൻ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നു, അന്ന് എൻ്റെ കർത്താവിൻ്റെ പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് എന്നെ ധൈര്യപ്പെടുത്തി. ആ മനുഷ്യൻ എന്നെ ഹഗ് ചെയ്ത് കരയുക. ബിക്കോസ് ഹി വാസ് നോട്ട് ഏബിൾ ടു ഹെൽപ്പ്.
ഈ വൈറ്റ് മാൻ. ഹല്ലേലൂയ. ഞാൻ കരയുക, എൻ്റെ കർത്താവേ, എൻ്റെ അച്ചാച്ചനെ ഞാൻ എങ്ങനെ ഇല്ലാതെ എങ്ങനെ ജീവിക്കും? ബിക്കോസ് വി ഹാഡ് എ ഫാന്റാസ്റ്റിക് മാരേജ്, ബ്യൂട്ടിഫുൾ മാരേജ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ 3 പിള്ളേരെയും ഇവർ പൊക്കിക്കൊണ്ട് ഈ ഫെൻസിനകത്ത് കയറി ഇറങ്ങി. അവിടെ ആ സമയത്ത് ജോലി കഴിഞ്ഞ് പോകുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ ഞങ്ങളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കി. ഹല്ലേലൂയ. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് 6 മാസത്തിന് മുമ്പ് ദൈവം എനിക്കൊരു വചനം തന്നു. ഐസായ 54:5 ആണ്. Thy maker is thy husband. Holy One of Israel is your Redeemer. God Almighty is his name. He is God of all the earth. ആ വചനം എനിക്ക് 6 മാസത്തിന് മുമ്പേ ദൈവം ദാനം ചെയ്തു. ആ വചനത്തിൽ ഞാൻ അങ്ങനെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനം വള്ളിക്കോ മാറ്റമില്ല. ഐ ക്യാൻ അഷ്യൂർ യു, അബ്രഹാം പിതാവ് ചെയ്തതുപോലെ തന്നെ ഈ സ്റ്റാഗർഡ് നോട്ട് എന്നാ പറയുന്നത്. പ്രോമിസിനെ നോക്കി ഈ സ്റ്റാഗർഡ് നോട്ട്. അപ്പോൾ ആ വചനം ദൈവം ദാനം ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിൽ കൂടെ കഴിയാൻ ആ സൊല്യൂഷൻ ദൈവം ദാനം ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടാണ് എന്നെ ബലപ്പെടുത്തിയിട്ടാണ് ഈ പാതയിൽ കൂടെ കർത്താവ് എന്നെ കൊണ്ടുപോയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കരഞ്ഞു, കർത്താവേ, എൻ്റെ ഹസ്ബൻഡിനെ മാത്രം നീ എടുത്തല്ലോ, ഒത്തിരി കഷ്ടപ്പെട്ട് കാണുമല്ലോ, ശ്വസിക്കാൻ പോലും കഴിയാതെ വിഷമിച്ച് കാണുമല്ലോ എന്നിങ്ങനെ ദുഃഖിച്ചപ്പോൾ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ എൻ്റെ 2ാമത്തെ മോൾ ഒരു ദർശനം കാണുക. ആ ആക്സിഡന്റ് അങ്ങനെ അവൾ കണ്ടിച്ച് പറയാ, അമ്മ അപ്പ ഡാഡ് വെള്ളത്തിൽ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ദൈവം എടുത്തു. നോക്കിക്കേ കർത്താവിൻ്റെ വിശ്വസ്ത. അങ്ങനെ എന്നെ ആശ്വസിപ്പിച്ചു. അവൾക്കൊന്നും അറിയത്തില്ല, ഞാൻ വിഷമിക്കുന്ന കാര്യം ഒന്നും അറിയത്തില്ലായിരുന്നു. ദൈവം അങ്ങനെ കംഫർട്ട് ചെയ്ത് എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാ ചെയ്യും? ഈ അമേരിക്ക ദേശത്ത് അറ്റ്ലാന്റയിൽ എൻ്റെ കൂടെപ്പിറപ്പുകൾ ആരും ഇവിടെ ഇല്ലല്ലോ. എൻ്റെ കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എവിടെ ചെല്ലണം? ഷിക്കാഗോയിൽ ഒരു സിസ്റ്റർ ഉണ്ട്, അവിടെ ചെല്ലണോ എന്ന്. പക്ഷെ പിള്ളേർക്കെല്ലാം അറ്റ്ലാന്റയിൽ തന്നെ താമസിക്കണമെന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടിയ? എല്ലാം ഞങ്ങൾ പരിചയിച്ച സ്ഥലമാണല്ലോ, ഇനി ഷിക്കാഗോയിൽ പോയിട്ട് പുതിയതായിട്ട് പരിചയിക്കണമല്ലോ എന്നൊക്കെ ദുഃഖമായിട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇങ്ങനെ ഇംപ്രഷൻ വന്നു. ഡു നോട്ട് വറി, ഐ വിൽ സെൻഡ് യു മെനി ജോൺസ് എന്ന് പറഞ്ഞു. മെനി ജോൺസ്, അതെന്തുവാ കർത്താവ്? മെനി ജോൺസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മയെ ഞാൻ എൻ്റെ പ്രിയ ജോണിൻ്റെ അടുത്താണ് വിട്ടേച്ച് വന്നത്. അതുപോലെ നിനക്ക് അനേക സഹോദരന്മാരെ ഞാൻ അയക്കും, ആ സഹോദരിമാരെ അയക്കും, നിന്റെ സഹായത്തിന് വേണ്ടി ഞാൻ അയക്കും. എൻ്റെ സഭ അറ്റ്ലാന്റ ക്രിസ്ത്യൻ അസംബ്ലി ഈസ് എൻ അമേസിങ് ചർച്ച്. ആ സഭയിലുള്ള ഓരോ വ്യക്തികളും അന്ന് മെമ്പറായിട്ടുണ്ടായിരുന്ന എല്ലാവരും ഞങ്ങളെ എല്ലാ വിധത്തിലും സഹായിക്കുകയും, എൻ്റെ പാസ്റ്റർ ആയെങ്കിൽ പാസ്റ്റർ ദത്തോസ് എന്ന് പറയും, പാസ്റ്റർ ഇപ്പം ഇല്ല, പാസ്റ്റർ മരിച്ചുപോയി. ആ പാസ്റ്റർ എല്ലാ ആഴ്ചയും ഫ്രൈഡേ വരും, ഞങ്ങളെ ബലപ്പെടുത്തും, ഞങ്ങളെ സഹായിക്കും, ഞങ്ങൾക്ക് വേണ്ടി വല്ല കുക്ക് ചെയ്ത് കൊണ്ടുവരും. ഇങ്ങനെ ആ പാസ്റ്ററിൻ്റെ ബ്രദറാണ് ജോൺ ചെറിയാൻ, അഞ്ചിൻ്റെ മാമ, അവർ ഇളയ ബ്രദറാണ്. ആ പാസ്റ്റർ ആയെങ്കിൽ ഞങ്ങളുടെ എൻ്റെ മോട് മൂത്ത സഹോദരൻ സഹോദരി പോലെ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്തു. എത്രയോ ഒത്തിരി ദൈവ മക്കള് അത്ര സ്നേഹമായിട്ട് ഞങ്ങളോട് ഇടപെടും. ഞങ്ങൾക്ക് ഒരു കുറവില്ലാതെ ഫിനാൻഷ്യലി ദൈവം പ്രൊവൈഡ് ചെയ്തു. പക്ഷെ ഇമോഷണൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും സ്പിരിച്വൽ സപ്പോർട്ടും അവരായിരുന്നു എൻ്റെ കുടുംബം. ഞാൻ ഇപ്പോൾ എടുത്തു പറയട്ടെ, നമ്മൾ ദൈവ മക്കൾ ദൈവ സ്നേഹത്തിലായിരിക്കണം, എപ്പോഴും ദൈവ സ്നേഹത്തിലായിരിക്കണം. അന്യോന്യം ബഹുമാനിക്കണം, അന്യോന്യം എസ്റ്റീം ചെയ്യണം, അന്യോന്യം സ്നേഹിക്കണം. അത് കണ്ടാണ് നമ്മൾ ദൈവമക്കളാന്ന് എല്ലാവരും പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ പിള്ളേരോട് താമസിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു ആവശ്യം, ഞാൻ എനിക്ക് കഴിയുന്ന എല്ലാം ഞാൻ ചെയ്യും. ഞാൻ ആവശ്യമില്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല. പക്ഷേ ചില കാര്യങ്ങൾ എന്നാൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഫേസ് എൻ്റെ മുമ്പിൽ വരും, അല്ലെ ആ വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടും. അങ്ങനെ ഞാൻ ആ വ്യക്തിയോട് ചോദിക്കും, ആ കാര്യം മാത്രം ചോദിക്കും, അവർ സന്തോഷത്തോട് ചെയ്തു തരും. അങ്ങനെ ഇതുവരെ എത്രയോ ജോൺസ്, എത്രയോ പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
പ്രൈസ് ബി ടു ഗോഡ്. അതുകൊണ്ട് എപ്പോഴും ഈ മരണത്തിന് ശേഷം ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് എടുത്തതെന്ന്. ബിക്കോസ് ഹീസ് ഓൺലി 44 years. മധ്യ ആയുസ്സിൽ ദൈവം എടുത്തു. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ കർത്താവിനെ എടുത്തതെന്ന് ഞാൻ ചോദിച്ചില്ല. ബിക്കോസ് ഐ ട്രസ്റ്റഡ്. ദൈവത്തിൻ്റെ ഹൃദയം വി ഹാവ് ടു ട്രസ്റ്റ്. റീസൺ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷയങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് പഠിക്കണം. അവൻ വിശ്വസ്തനായ ദാവീദൻ കുമാരനാണ്. അവൻ നമുക്ക് ഹേർട്ട് ചെയ്യാൻ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ഒരിക്കലും നിന്നോട് ചോദിക്കത്തില്ല എന്തുകൊണ്ട് എടുത്തെന്ന് ഞാൻ ചോദിക്കത്തില്ല. കാരണം നീയാണ് യജമാനൻ. നിന്റെ ഡിസിഷൻ ഹാസ് ടു ഗോ. യു ആർ ദ സോവറിൻ ഗാഡ്. പക്ഷേ എനിക്കൊരു കാര്യം ദൈവം ചെയ്തു തരണം. ഞാൻ പ്രാർത്ഥിക്കും, അനേക വിഡോവേഴ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവർക്ക് ഫാദർലെസ് ചിൽഡ്രന് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് ഞാൻ എൻ്റെ ഈവൻ ഐ വിൽ ഡിറക്റ്റ് മൈ ഫണ്ട്സ്. അത് ഞങ്ങളുടെ എൻ്റെ മക്കളുടെ പിതാവും എൻ്റെ ഹസ്ബൻഡ് മീൻസ് ഹൗസ് ബാൻഡ്, എൻ്റെ ഹസ്ബൻഡുമാണ് കർത്താവേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡിറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എത്രയോ നാളുകൾ ദൈവം അനേക വിധവന്മാരെ സപ്പോർട്ട് ചെയ്യാനും ഫാദർലെസ് ചിൽഡ്രനെ സപ്പോർട്ട് ചെയ്യാനും ദൈവം എൻ്റെ കൈകളെ ബലപ്പെടുത്തി. അവിടെ എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തട്ടെ. ഹല്ലേലൂയ. ഇന്ന് ദൈവം എനിക്ക് തന്ന വചനം 2 Corinthians 4:6. പ്ലീസ് റീഡ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടെന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ടോപ്പിക് ഇസ് മുഖപ്രകാശം. വാട്ട് ഈസ് ഗാഡ്സ് countenance will do unto us. നമുക്ക് ഈ മുഖപ്രകാശം എന്തോ ചെയ്യും? വായിച്ച വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വിസ്ഡം ഓഫ് ഗോഡ് ഇസ് വർത്തിക്കും. നമുക്ക് മുഖപ്രകാശം, ദൈവത്തിൻ്റെ മുഖപ്രകാശം നമുക്ക് കിട്ടുമ്പോൾ ആ ഇരുളിൽ നിന്ന് വെളിച്ചം വരുന്നത്, ഇരുൾ എന്ന് പറയുന്ന ഇഗ്നറൻസ് ആണ്. വെളിച്ചം എന്ന് പറയുന്നത് ദൈവത്തിനെ കുറിച്ചുള്ളതായ ജ്ഞാനം. ഹല്ലേലൂയ. ഈ ജ്ഞാനത്തിൽ നമ്മൾ വർദ്ധിച്ചു വരണം. ഡസൻ മാറ്റർ ഏത് സഭയിലാണ് നമ്മൾ പോകുന്നത്, ഏത് വ്യക്തി, നമ്മളെ രക്ഷിച്ച ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നമ്മൾ വർദ്ധിച്ചു വരണം. അങ്ങനെ നമ്മൾ ദൈവത്തിനെ അറിയും തോറും കർത്താവിനെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ പറ്റും, കൂടുതലായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. വചനം പറയുന്നു, ദാറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഹോളി സ്പിരിറ്റ് നമ്മുടെ ഹൃദയത്തിൽ ചെയ്ത ആദ്യത്തെ കാര്യം ദൈവം പറയുന്നത്. ഹല്ലേലൂയ. അത് ആ വിസ്ഡം എവിടുന്നാ വരുന്ന? നമ്മൾ റെവലേഷൻ 5:6 വായിച്ചേ. റെവലേഷൻ 5. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അപ്പൊ ദൈവാത്മാക്കളായ 7 കണ്ണുകളുണ്ട്. ഐസായ 11:1-2 പറയുന്നുണ്ട്. അത് ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് നോളജ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സ്പിരിറ്റ് ഓഫ് കൗൺസിലിംഗ്, സ്പിരിറ്റ് ഓഫ് ഫിയർ ഓഫ് ഗോഡ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ഈ 7 വിഷയത്തിൽ വിസ്ഡം വരുമ്പോൾ നമുക്ക് നോളജ്, അണ്ടർസ്റ്റാൻഡിങ് വരും, അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ നോളജ് വരും, നോളജ് വരുമ്പോൾ നമുക്ക് കൗൺസിലിംഗ് എബിലിറ്റി ഉണ്ടാകും, കൗൺസിലിംഗ് എബിലിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് ഫിയർ ഓഫ് ഗോഡ് ഉണ്ടാകും. ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് റെവറൻഷ്യൽ ഫിയർ, ദൈവത്തിനെ സ്നേഹിച്ച് മാനിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കാൻ നമ്മൾ ഏത് അവസരവും ഉപയോഗിക്കണം. ഈ എവറി സർക്കംസ്റ്റാൻസസ് ഇസ് എൻ അപ്പോയിൻമെന്റ് വിത്ത് ഗോഡ്. നമ്മൾ ആ സർക്കംസ്റ്റാൻസസിൽ എങ്ങനെ കർത്താവിൻ്റെ വഴി എന്നതാ, ഇങ്ങനെ ദൈവം കാണുന്നെന്ന് കണ്ട് മനസ്സിലാക്കി നമ്മൾ കർത്താവിനോട് ചേരുമെങ്കിൽ നമ്മൾ ആ വിസ്ഡത്തിൽ വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് വിക്ടമൈസ്ഡ് ആയി ഇരുന്ന ശത്രുവിനോട് നമ്മൾ ഒരുമിക്കുന്ന അങ്ങനല്ല. വിക്ടോറിയസ് മെന്റാലിറ്റി വേണം. ജയത്തിൻ്റെ ആത്മാവിനെ ഉടയവരായിട്ടിരിക്കണം. ജയജീവിതം ദൈവസന്നിധിയിൽ നമ്മൾ ചിന്തിക്കുന്ന വിധമാണ്. മോശയ്ക്ക് ദൈവം കർത്താവിൻ്റെ വഴികളെ പഠിപ്പിച്ചു, എന്നാൽ ഇസ്രായേലിനോ കർത്താവിൻ്റെ ഡീഡ്സിനെയാണ് കാണിച്ചു കൊടുത്തത്. മോശ ദൈവത്തിൻ്റെ വഴി പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ മുൻപായിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു, എൻ്റെ പേര് കിറുക്കി കളഞ്ഞോ കർത്താവ് ജീവപുസ്തകത്തിന്, ഈ മനുഷ്യരെ നീ നശിപ്പിക്കുമെങ്കിൽ. അവൻ അറിയായിരുന്നു
കർത്താവ് അങ്ങനെ ചെയ്യത്തില്ലെന്ന്. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ട് മോശയുടെ അടുത്ത് കർത്താവ് സംസാരിച്ചതുപോലെ ദൈവം നമ്മളോട് സംസാരിക്കും ഓരോ വിഷയത്തിലും. ലോർഡ്, ഹൗ ഡു ഐ ലുക്ക് അറ്റ് ദിസ്, ഗിവ് മീ ഗുഡ് ഇൻസൈറ്റ്. ദൈവസന്നിധിയിൽ നമുക്കത് യാചിക്കാം. നമുക്ക് ഹല്ലേലൂയ. നമ്മൾ ഐസായ 61 അല്ല അങ്ങനെ ഈ വിസ്റ്റം നമുക്ക് ലഭിക്കുമ്പോൾ ഈ റെവലേഷൻ 5:6 നമ്മൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ ടെമ്പിളിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ ലോകത്തിൽ നാം ആരാ ദൈവത്തിൻ്റെ ടെമ്പിൾ? നമ്മളാണ്. 1 Corinthians 6:19 വായിച്ചേ. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മന്ത്രമാണ്. സോ എക്സ്റ്റൻഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എക്സ്റ്റൻഷൻ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ജീസസ് വിത്തൗട്ട് ലിമിറ്റേഷൻ ആണ്. ഹല്ലേലൂയ. കർത്താവ് ഭൂമിയിൽ ഇരുന്നപ്പോൾ ഞാൻ പോയി വേറെ ഒരു കംഫർട്ടറിനെ അയക്കാം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിന്റെ അതിഭയങ്കര ശക്തിയുടെ കാര്യമാണ് ദൈവം നമ്മളോട് പറയുന്നത്. ആ ദൈവത്തിന്റെ ടെമ്പിളാണ് നമ്മൾ. Galatians 2:20 പറയുന്നു, ഇനിയുള്ളത് ഞാനല്ല ജീവിക്കുന്നത്, നീ കർത്താവിന് വേണ്ടി കർത്താവിന്റെ ഫെയ്ത്തിൽ ഐ ലിവ് ബൈ ദ ഫെയ്ത്ത് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. സോ അങ്ങനെ ദൈവം നമ്മളെ അവന്റെ ടെമ്പിളാക്കി വെക്കുന്നതിന് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലുക്ക് അറ്റ് 2 Peter 2:9 വായിച്ച്. 1 Peter 2:9. ഹല്ലേലൂയ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. Amen. So I started with മുഖപ്രകാശം, wisdom. Wisdom is coming from the അടിക്കപ്പെട്ട കുഞ്ഞാടിന്റെ 7 കണ്ണിന്ന് 7 കൊമ്പുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന അത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. നമ്മൾ ദൈവത്തിന്റെ ടെമ്പിളാണ്. ഹല്ലേലൂയ. ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ആരാ? കർത്താവില്. ഞാൻ ഒരു വാക്ക് മാത്രം പറയാം. രാജരീക പുരോഹിത വർഗം. വി ആർ രാജരീക പുരോഹിത വർഗം. എവിടെങ്കിലും രാജാവും പുരോഹിതനും ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? പക്ഷെ ദൈവരാജ്യത്തിൽ നമ്മൾ രാജരീക പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. അങ്ങനെ വി ഹാവ് ഡൊമീനിയൻ. രാജരീകം എന്ന് പറയുമ്പോൾ ഡൊമീനിയൻ, ആൻഡ് വി ആർ ഇന്റർസീഡിങ് വിത്ത് ദ ലോർഡ്. അപ്പോൾ രാജരീക പുരോഹിത വർഗം, ദാറ്റ് ഈസ് ഹൂ വി ആർ. ആ വിസ്റ്റം നമുക്ക് കർത്താവിന് ലഭിക്കുമ്പോഴാണ് നമ്മൾ മറ്റവർക്ക് വേണ്ടി ആ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവം വന്ന് എൻ്റെ മുമ്പിൽ വാട്ട് യു വാണ്ട് ടു ബി എന്ന് ചോദിച്ചപ്പോൾ ഇന്റർസെസറി, ടീച്ചിങ്, ഇവാഞ്ചലിസം, ഇതെല്ലാം എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം കുറേയൊക്കെ ചെയ്യാം. പക്ഷെ ഐ ചോസ് ഇന്റർസെഷൻ ബിക്കോസ് അതാണ് ദൈവത്തോട് പറ്റിച്ചേരാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന ജീവിതം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്ക് ലഭിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ വിസ്റ്റത്തിൽ വളരാൻ പറ്റും. ഫിലിപ്പീൻസ് 1:9 തൊട്ട് വായിച്ചേ. 9 തൊട്ട് 11. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്ന് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിമിത്തമായി നിശ്ചയമില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും വീഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. So God is telling, abound in love and knowledge. Knowledge എന്ന് പറയുന്ന വിസ്ഡത്തിൽ നിന്ന് വരുന്ന abound in knowledge and love. ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാപിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന? ബെറ്റർ ഇൻസൈറ്റ്, ബെറ്റർ കാഴ്ചപ്പാട് കിട്ടും. ബെറ്റർ കാഴ്ചപ്പാട് മറ്റൊരു ലോകത്തിലുള്ളവർ വിചാരിക്കുന്ന പോലെ അല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മൾ മേളിൽ വി കെയിം ഫ്രം അബവ്, വി ആർ ബോൺ ഫ്രം അബവ്. നമ്മൾ മേളിൽ നിന്ന് വന്നവരാ. അപ്പോൾ നമ്മുടെ ചിന്താഗതി അതുപോലെ ഇരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ചിന്താഗതിയിലാണ് ശത്രു പ്രവർത്തിക്കുന്നത്. അവന് സട്ടിലായിട്ട് കൊണ്ടുവന്ന് സജഷൻ കൊടുത്ത് അത് ഇന്റർണലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതായി പോകും.
വചനം പറയുന്നു വാട്ട് യു ബിലീവ് ദാറ്റ് ഇസ് വാട്ട് യു ആർ. അപ്പൊ രണ്ട് സ്ഥലത്തു നിന്നാണ് തോട്ട്സ് വരുന്നത്. ഒന്ന് ദൈവഭാഗത്തു നിന്നും ഒന്ന് ശത്രുവിന്റെ ഭാഗത്തു നിന്നാണ്. നമ്മൾ ഏത് തോട്ടാണ് എടുക്കുന്നെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമ്മൾ നെഗറ്റീവ് തോട്ട് എടുത്തെങ്കിൽ അങ്ങനെ നെഗറ്റീവായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ കർത്താവിന്റെ തോട്ട് എടുത്തെങ്കിൽ നമ്മൾ വിക്ടോറിയസ് ആയിട്ട് മാറും. സോ ഗോഡ് വാണ്ട്സ് us to take us from victory to victory, faith to faith, grace upon grace. Hallelujah. ഒരു വചനം കൂടെ വായിച്ചേ, ഫിലിപ്പിയൻസ് 2:13. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങൾ ദൈവമല്ലോ നിരുവള്ള ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ആമേൻ. സോ അതിന് മുമ്പത്തെ വചനത്തിൽ ലാസ്റ്റ് പാർട്ടിൽ പറയുന്നു യു വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ് ഫുൾഫിൽ വർക്ക് ഓൺ യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന ദൈവം തന്നെയാണ് നമ്മുടെ വില്ലിനെ എനർജൈസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹിതം കർത്താവിൻ്റെ അടുത്ത് ഏൽപ്പിച്ച് കൊടുത്താൽ മതി. അവൻ്റെ ഹിതത്തിൽ നമ്മൾ പ്രോസ്പറായിട്ട് വരുന്ന നമ്മുടെ ആത്മാവിൻ്റെ പ്രോസ്പെരിറ്റിയുടെ കീ അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന. അപ്പം വാട്ട് ഈസ് ഹിസ് ഹിതം? അവൻ്റെ തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം, വചനത്തിൽ കൂടെ ഇറങ്ങിച്ചെല്ലണം, വചനത്തിലുള്ള മർമ്മങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. വചനം ദൈവവും ഒന്ന്. ഹല്ലേലൂയ. അതുപോലെ ജോൺ 6:63 വായിച്ചേ. ജോൺ 6:63 ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പോ കർത്താവിന്റെ വചനം ആത്മാവും ജീവനുമായിരുന്നു. ദൈവവചനം, ദൈവത്തിന്റെ ഈക്വൽ ആയിട്ടുള്ള ദൈവവചനവും പരിശുദ്ധാത്മാവും കൂടുമ്പോൾ അത് ഭയങ്കര ശക്തിയായിട്ട് മാറുമെന്ന് എൻ്റെ സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിൽ നമ്മൾ ബലപ്പെടാം, കർത്താവിൽ നമ്മൾ ആശ്രയിക്കാം, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വേറും ജീവിക്കാം. അതുപോലെ നമ്മൾ കർത്താവ് പ്രിപ്പയർ ചെയ്യുന്ന ഗുഡ് വർക്ക്സിൽ നമ്മൾ യേശു നന്മ ചെയ്ത് ചുറ്റിത്തിരിഞ്ഞെന്ന് പോലെ നമ്മൾ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും നമ്മുടെ സ്വന്തം ഹസ്ബൻഡിനോ സ്വന്തം വൈഫിനോ സ്വന്തം മക്കൾക്കോ സ്വന്തം സഹവിശ്വാസികൾക്കോ സ്വന്തം വർക്കിലുള്ളവർക്കോ നമ്മൾ ദൈവനാമത്തിൽ എന്ത് ചെയ്താലും അതിന് ഒരു കണക്കുണ്ട്. കർത്താവിൻ്റെ അത് ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ലാസ്റ്റായിട്ട് ഞാൻ വായിക്കുന്നത് റെവലേഷൻ 19:8 വായിച്ചേ. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. വാട്ട് എവർ യു ഡു അൺ ടു ലോഡ്, ഏത് ചെറുതും വലുതുമായ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ അന്യോന്യം ചെയ്യുന്നതാണ് ഈ വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തനം. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ശുശ്രൂഷയായിട്ട് നമ്മൾ വർക്ക് സ്ഥലത്ത് മാർക്കറ്റ് പ്ലേസിൽ ദൈവത്തിനെ ഉയർത്തുകയായിട്ട് ഏത് വിഷയത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതിലെ വിശ്വസ്തത പാലിച്ച് കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് മുൻപോട്ട് പോകുമെങ്കിൽ നല്ല പോർ പൊറുത്ത് ഓട്ടം തികച്ച് ഇതാ വിരുദ് പ്രാപിക്കാൻ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സോ ലെറ്റ് അവർ മെഡിറ്റേഷൻ ഓഫ് അവർ ഹാർട്ട് ബി അക്സെപ്റ്റബിൾ ടു ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി അവർ റിഡീമർ. ഹല്ലേലൂയ. ഈ വചനങ്ങളാണ് ഞാൻ എൻ്റെ പ്രാർത്ഥന, എൻ്റെ വചനം ചുരുക്കുന്നു. അഗെയിൻ ഐ താങ്ക് brother and sister for giving me this great opportunity. Thank you again. Amen. താങ്ക് യു സിസ്റ്റർ ആലിസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കേൾപ്പിച്ച സാക്ഷ്യത്തിനും വചനത്തിനുമായി നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നടത്തുന്ന വഴികൾ, ദൈവം നടത്തിയ വഴികൾ, ദൈവം കൂടെ ഇരുന്ന് നമ്മളെ ഓരോരുത്തരെയും നടത്തുന്നു എന്ന് നമ്മൾ അറിയണം. കാരണം ഞാൻ വചനം സംസാരിക്കുവാൻ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്, ഈ വചനം അത് അപ്ലൈ ചെയ്ത് ജീവിതത്തിൽ എങ്ങനെ വചനം യാഥാർത്ഥ്യമായി വന്നു എന്നതാണ് സാക്ഷ്യം. കാരണം ദൈവവചനം നമ്മൾ വായിച്ചു വിട്ടുപോകുന്നത് മറ്റുള്ളവരുടെയോ നമ്മളുടെയോ ജീവിതത്തിൽ അത് അനുഭവമായി തീരുമ്പോൾ അത് സാക്ഷ്യമാകും. സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. പ്രസംഗം കേട്ട് ഒരു ചെവിയിൽ കൂടെ കയറി മറ്റേ ചെവിയിൽ കൂടെ പോകും. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാറില്ല. എന്നാൽ ഞാൻ അല്പസമയം പെട്ടെന്ന്, കാരണം ഞാൻ ഒരു
വേദഭാഗം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗം എടുത്ത് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ പാസ്റ്ററല്ല, ഞാൻ പ്രാസംഗികനല്ല, ഞാൻ സാധാരണ പ്രസംഗിക്കാറില്ല. എന്നാൽ എന്നോട് പലരും പറയും, എന്നെ ബ്രദറിന് വല്ലപ്പോഴും ഒന്ന് പ്രസംഗിച്ചാൽ കൊള്ളത്തില്ലയോ എന്ന് ചോദിക്കും. എന്നാൽ അത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാലും ഞാൻ ഹൗ വെൽ യു നോ ഗോഡ്. ദൈവത്തെ നമുക്ക് എത്ര നന്നായിട്ട് നമുക്ക് ദൈവത്തെ അറിയാം എന്ന് ഉള്ള വിഷയം സംസാരിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ദൈവം എൻ്റെ ചിന്ത വേറൊരു ഭാഗത്തേക്ക് മാറ്റിവിട്ടു. അത് കാരണം കർത്താവിൻ്റെ ദാസി പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ചിന്ത മാറ്റിവിട്ടത് എന്ന് മനസ്സിലായത്. കാരണം ദൈവത്തിന് ഒരു പ്ലാൻ ഇല്ല, ദൈവം ഒന്നും ചെയ്യത്തില്ല. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് ഒരു ഫിലിപ്പിയ ലേഖനത്തിൽ എന്നെ അടിസ്ഥാനമാക്കിയിട്ട്, ഫിലിപ്പിയ ലേഖനം പൗലോസ് തൻ്റെ ജയിൽവാസത്തിൻ്റെ എഴുതിയ ഒരു ലേഖനമാണ്. എന്നാൽ അതിൻ്റെ തീം ഫിലിപ്പിയ ലേഖനം പഠിക്കുമ്പോൾ എന്താ പറയുന്നത്? ദി എപ്പിസിൽ ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ എപ്പിസിൽ എന്നാണ് പറയുന്നത്. ജയിലിൽ കിടക്കുന്നവനായി എഴുതിയേക്കുന്നത്. അതിനകത്ത് പൗലോസ് പറയുന്നതിന് സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. അല്ലേ? നമ്മള് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് എന്തുവാ? രക്ഷയുടെ ആനന്ദം, അല്ലെ? റിസ്റ്റോർ ദ ജോയ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്ന്. അപ്പം രക്ഷിക്കപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് നടക്കുന്ന നമ്മളിൽ ഒരു സന്തോഷമുണ്ട്. എന്നാൽ ആ സന്തോഷം അനുഭവിക്കുവാനോ ആ സന്തോഷം പുറത്ത് കാണിക്കുവാനോ കഴിയാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ ജീവിതം. ഒന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം? പെട്ടെന്ന് 2-3 പോയിന്റുകൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ജോയ്? സന്തോഷം എന്ന് പറയുന്നത് ജോയ്, ആനന്ദം എന്ന് പറയുന്നത് ഹാപ്പിനെസ്. What is the difference between joy and happiness? സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താ? Joy comes from the inside. നമ്മളുടെ ഉള്ളിൽ നിന്നും ദൈവം ചെയ്ത നന്മകളെയും ദൈവത്തിൻ്റെ കരുതലിനെയും ദൈവം തൻ്റെ വഴികളിൽ നമ്മളെ നടത്തുന്നതിനെയും ഓർത്ത്, സാഹചര്യങ്ങളെ ഓർത്തല്ല. ഞാൻ പറഞ്ഞ സിസ്റ്റർ സാഹചര്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്തിനാ ദൈവം എന്നെ ഇതിലേക്ക് തിരിച്ചു വിട്ടതെന്ന് പറഞ്ഞു. സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല നമ്മളുടെ ജോയ്. ആനന്ദമെന്ന് പറയുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ ലഭിക്കുമ്പോൾ, ജോലി പ്രൊമോഷൻ ലഭിക്കുമ്പോൾ, പിള്ളേരുടെ കല്യാണം നടക്കുമ്പോൾ, ശമ്പളം കൂടുതൽ കിട്ടുമ്പോൾ, വിളവ് ധാരാളം ഉണ്ടാകുമ്പോൾ ഒക്കെ ആനന്ദമുണ്ടാകും. ആ മെറ്റീരിയൽ ബ്ലെസ്സിങ് ഇല്ലാതെയാകുമ്പോൾ ഈ ആനന്ദം അങ്ങ് പോകും. എന്നാൽ ജോയ് എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത് മെറ്റീരിയൽ ബ്ലെസ്സിങ്ങോ ഇതൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ജോയ് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഈ ജോയ് അനുഭവിക്കുവാൻ കഴിയുന്നില്ല? അത് പറയുന്നതിന് മുമ്പേ പാസ്റ്റർ റിക് വാറൻ ജോയിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം, ജോയിയെ കുറിച്ച് അദ്ദേഹം ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെ, ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മലയാളത്തിൽ ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ജോയ് ഈസ് ദ സെറ്റിൽഡ് അഷുറൻസ് ദാറ്റ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് all the details of my life, the quiet confidence that ultimately everything is going to be all right, and the determined choice to praise God in every situation.
മലയാളത്തിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, സന്തോഷം എന്നത് ദൈവം എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പും, എല്ലാം നന്നായി പര്യവസാനിക്കും എന്നും എല്ലാം നന്നായി തീരും എന്ന് ഉള്ള ഒരു ധൈര്യവുമാണ്. അതിനാൽ ഏത് സാഹചര്യത്തിലും ദൈവത്തെ ഞാൻ സ്തുതിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ സർക്കംസ്റ്റാൻസസ്. നമ്മുടെ സർക്കംസ്റ്റാൻസസ് എന്താണെങ്കിലും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നതാണ് ജോയ് എന്ന് പറയുന്നത്. സന്തോഷം എന്ന് പറയുന്നത് അതാണ്. അപ്പം സന്തോഷം അനുഭവിക്കുവാൻ നമ്മൾക്ക് കഴിയാതെ ഇരിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കുവാൻ നമ്മൾക്ക് കഴിയാതെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, ഹൗ യു സീ യുവർ സർക്കംസ്റ്റാൻസസ്. നമ്മളുടെ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് ഇത് പറയുമ്പോൾ എഴുതുമ്പോൾ എന്താണ്? എനിക്ക് ഭവിച്ചത്, ഞാൻ ജയിലിലായിരിക്കുന്നത്, ഞാൻ ഹൗസ് അറസ്റ്റിലായിരിക്കുന്നത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ആയിരിക്കുന്നു. കാരണം ഞാൻ ജയിലിലായിരുന്നില്ലായിരുന്നെങ്കിൽ, കാരണം എന്നെ വിളിച്ചേക്കുന്ന എന്തുവിനാ? സഭകൾ സ്ഥാപിക്കാന്. 9 സഭകൾ സ്ഥാപിച്ച പൗലോസായി എഴുതുന്നത്. ഇന്ന് വെളിയിലൊന്ന് പോണമെങ്കിൽ ഒക്കത്തില്ല. റോമ പട്ടാളക്കാർ കാവല് നിൽക്കുക. ആരെങ്കിലും വീട്ടിൽ വന്ന് കണ്ടേലേ ഒക്കത്തുള്ളൂ. ഹൗസ് അറസ്റ്റിലാണ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന പൗലോസ് പറയുന്നത്, എൻ്റെ സർക്കംസ്റ്റാൻസസ് എനിക്ക് ബാധകമല്ല. എൻ്റെ ഈ സർക്കംസ്റ്റാൻസിലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സർക്കംസ്റ്റാൻസസിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് ഇരിക്കുകയല്ല. സർക്കംസ്റ്റാൻസസിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം എൻ്റെ ജീവിതത്തിൽ കൂടെ നിങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രയോജനമായ വിധത്തിൽ എൻ്റെ സർക്കംസ്റ്റാൻസസിനെ മാറ്റും എന്ന് ഉള്ള ചിന്ത നമുക്കൊക്കെ പറ്റുന്ന എന്തുവാ? നമ്മൾ സർക്കംസ്റ്റാൻസസിന് അടിമകളാണ്. നമ്മൾ വിശ്വാസികൾ സർക്കംസ്റ്റാൻസസിനെ നമ്മളുടെ അടിമകളാക്കേണ്ടിയവരാണ്. പൗലോസ് ആ ജയിലിൽ കിടന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ലേഖനങ്ങളൊന്നും കിട്ടത്തില്ല. സഭകളെ ആ സമയത്ത് അവരെ ഉത്തേജിപ്പിക്കാനും അവരെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഈ ലേഖനങ്ങൾ എഴുതിയത്. അപ്പോൾ സർക്കംസ്റ്റാൻസസിന് അപ്പുറമായി ദൈവത്തിന്, അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, ജയിലിൽ കിടക്കുമ്പോഴാണ് പറയുന്നത്, അത് ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്നു. ആ ഒരു വിശ്വാസം, സർക്കംസ്റ്റാൻസസ്, ഞാൻ പ്രസംഗിക്കാനില്ല, ഞാൻ നിങ്ങളുടെ കൈ പിടിക്കാനില്ല, എന്നാലും എന്നെ വിളിച്ച് വേർതിരിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിന്റെ നാളോളം ഭംഗിയായി പൂർണ്ണമായി നടത്തും എന്ന് ഞാൻ വിശ്വസിച്ച് ഉറച്ചിരിക്കുന്നു. രണ്ടാമത്, വാട്ട് ആർ യു ലിവിങ് ഫോർ? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മുടെ മോട്ടിവേഷൻ, ജീവിതത്തിലെ മോട്ടിവേഷൻ എന്താണ്? 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അത് ഈ ചിലര് ഈ ജയിലിൽ കിടക്കുന്ന പൗലോസിന്റെ അടുത്ത് വന്ന് പറഞ്ഞ് അവരൊക്കെ പലരും സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ, അവിടെ 15-ാം വാക്യത്തിൽ പറഞ്ഞ, ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലർ നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നു. പൗലോസ് പറയുന്നേ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചിലരൊക്കെ ഏറ്റെടുത്ത്, ചിലര് എനിക്കുണ്ടായ അഭിവൃദ്ധി, എനിക്കുണ്ടായ നന്മയും എന്നെക്കുറിച്ച് ആളുകൾ കേൾക്കുന്നതും കണ്ട് അതുപോലെ ലഭിക്കണമെന്ന് പറഞ്ഞ് ആ അസൂയ കൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്. ചിലര് പ്രസംഗിക്കുന്ന എന്തുകൊണ്ടാ? നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നവരുണ്ട്. കാരണം പൗലോസ് ജയിലില്ല. അപ്പൊ ആ വേല തുടർന്ന് ചെയ്യണം എന്നുള്ള നല്ല മനസ്സോടെ
ചെയ്യുന്നവരുണ്ട്. അത് എന്തായാലും കുഴപ്പമില്ല, അവർ ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നത്. പൗലോസ് എന്ന ഞാൻ പ്രസംഗിച്ചെങ്കിൽ മാത്രമേ ജനം രക്ഷിക്കപ്പെടത്തുള്ളൂ. ദൈവത്തിന് ആരെ വേണേലും ഉപയോഗിക്കാം. അപ്പം ദൈവപ്രവൃത്തി, എന്നെ വിളിച്ച പ്രവൃത്തി മറ്റുള്ളവരിൽ കൂടെ ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കുകയാണ് പൗലോസ്. പൗലോസ് പറയുന്നത് തന്നെ, ഐ ആം നോട്ട് ദ സെന്റർ ഓഫ് മൈ യൂണിവേഴ്സ്. നമുക്കൊക്കെ ഉള്ള കുഴപ്പമില്ല, വി ആർ ദ സെന്റർ ഓഫ് അവർ യൂണിവേഴ്സ്. എൻ്റെ മിനിസ്ട്രി, എൻ്റെ പ്രസംഗം, എൻ്റെ അത്, എൻ്റെ ഇത്, എൻ്റെ വീട്, എൻ്റെ മക്കള്, ആ ഫോക്കസ് മാറിക്കഴിയുമ്പോൾ, നമ്മൾ ആ ഫോക്കസിലാകുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്നറിയാം, നമുക്ക് എല്ലാവർക്കും വന്നേക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത്, നമ്മളൊരു മിറാജിനെ, ഒരു മരീചികയെ ഫോളോ ചെയ്യുക. എത്തിപ്പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇല്ല, അങ്ങോട്ടങ്ങ് പോകും. ആ ഓട്ടമാ റാറ്റ് റേസ് എന്ന് പറയാൻ അമേരിക്കക്കാർ. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു റാറ്റ് റേസ് അല്ല. നമ്മുടെ ഫോക്കസ് ക്രിസ്തുവാണ്. ദൈവം എന്നെ എന്തിനു വേണ്ടി വിളിച്ചു വേർതിരിച്ചിരിക്കും? നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. നമ്മൾ ആ പർപ്പസ് മനസ്സിലാക്കണം. നമ്മൾ ആരും ആ പർപ്പസ് സീക്ക് ചെയ്യത്തില്ല. ആ പർപ്പസ് സീക്ക് ചെയ്തപ്പം പരിശുദ്ധാത്മാ വരങ്ങൾ തന്നെ ഓരോരുത്തർക്കും വിഭജിച്ച് കൊടുത്തേക്കുന്ന എന്തിനാ? ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസിൽ നമ്മൾ നിലനിൽക്കാനായിട്ട്, അപ്പം നമ്മൾ തന്നെ ഇതിന്റെ സെന്റർ ആയി പോയാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പർപ്പസ് നിറവേറാതെ പോകും. പൗലോസിന്റെ ആഗ്രഹം ഇതേ ഉള്ളൂ, ഞാൻ ജീവിച്ചിരുന്നാലും ഞാൻ മരിച്ചാലും ദൈവനാമം മഹത്വപ്പെടണം. അത്രേ ഉള്ളൂ. ഞാൻ ജീവിച്ചിട്ടേ ദൈവനാമം മഹത്വപ്പെടത്തുള്ളൂ, ഞാൻ പ്രസംഗിച്ചിട്ടേ ദൈവരാജ്യം വെളിപ്പെടത്തുള്ളൂ എന്നും പൗലോസ് പറയുന്നില്ല. ഞാൻ ജീവിച്ചാലും ഞാൻ മരിച്ചാലും ദൈവനാമം മഹത്വപ്പെടും. അതാണ് പൗലോസിന്റെ ആഗ്രഹം. അതാണ്, ഐ ആം നോട്ട് ദ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ്. ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഗോസ്പൽ ഈസ് ദ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ്. ദൈവവും ദൈവിക സുവിശേഷവും ദൈവരാജ്യത്തിന്റെ മഹത്വവും ആയിരിക്കണം നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. മൂന്നാമത്, ഹു ആർ യു ട്രസ്റ്റിംഗ്? നമ്മുടെ ജീവിതത്തിലെ കർത്താവ് പറഞ്ഞു, തൻ്റെ ഉറപ്പ് എവിടെയായിരുന്നു? ക്രിസ്തുവിലായിരുന്നു. തൻ്റെ മാതാവിനെയും പിതാവിനെയും നടത്തിയ ദൈവം എന്നെയും നടത്തുവാൻ മതിയായവനാണെന്നൊരു ഉറപ്പ് ഉണ്ടായിരുന്നു. താങ്ങായി തണലായി ദൈവം കൊടുത്തിരുന്നത് മാറിപ്പോകുമ്പോഴും മാറാത്തവനായ ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ്. പൗലോസ് നിങ്ങളുടെ 19-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകരമായി തീരും എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പറയുന്നത്, എനിക്ക് പണമുണ്ട്, ഈ 7 കപ്പലുകളുടെ ഉടമയായിരുന്നു പൗലോസിന്റെ അപ്പൻ ഒക്കെ എന്നാണ് പറയുന്നത്. എനിക്ക് പണമുണ്ട്, ഞാൻ റോമ പൗരനാണ്, ഞാൻ പരീശനാണ്, ഐ ഹാവ് സോ മെനി ക്വാളിഫിക്കേഷൻസ്. ഇതൊന്നും എനിക്ക് എൻ്റെ ഇന്നത്തെ ബന്ധനാവസ്ഥയിൽ നിന്നെ വിടുവിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന, സാധാരണക്കാരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന, ഫിലിപ്പിയിലെ സഭയെ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ക്രിസ്തുവിൽ കൂടി രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ ഉറപ്പ് എവിടാ? എൻ്റെ ഉറപ്പ് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ ഉറയ്ക്കുന്ന കാരണം എന്നാ? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി ഇടനില നിൽക്കും എന്നുള്ള ഉറപ്പ്. അപ്പം നമ്മളുടെ ഉറപ്പ് ആരിലാണ്? എന്തിലാണ് നമ്മുടെ ഉറപ്പ്? ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു ചിന്ത, നമുക്കെല്ലാവർക്കും അറിയാം,
ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ വായിക്കുന്നത് എന്തുവാ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ രാജാവിനോട് നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല. അവരുടെ വിശ്വാസം, അവരുടെ ഉറപ്പ് ഔട്ട്കമ്മിലായിരുന്നില്ല. ആ ഔട്ട്കമ്മിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവത്തിലായിരുന്നു അവരുടെ ഉറപ്പ്. നമ്മളുടെ ഉറപ്പ്, നമ്മളുടെ ഓരോരുത്തരുടെയും ഉറപ്പ് എന്തുവാ? എന്നെ ഉൾപ്പെടെ പറയാം, ഔട്ട്കമ്മിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഫലത്തിലാണ്. എന്നാലേ ഈ ഫലം നിശ്ചയിക്കുന്ന ഒരു ദൈവമുണ്ട്. ക്ഷാമകാലത്ത് വിതച്ച ഇസഹാക്കിന് 60ഉം 100ഉം മേനിയായി ഫലം കൊടുത്ത ഒരു ദൈവമുണ്ട്. ഔട്ട്കമ്മിനെ ഡിസൈഡ് ചെയ്യുന്നത് ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ അവര് രാജാവിനോട് തല പോയാലും ശരി, തല പോണമെന്നായിരിക്കും ദൈവത്തിന്റെ ഹിതം. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ. പക്ഷേ തല പോകണമെന്നാ ദൈവത്തിന്റെ ഹിതമെങ്കിൽ ഞങ്ങൾ അതിനങ്ങ് വില്ലിങ്ങാണ്. അല്ല, രക്ഷിക്കണമെന്നാ ദൈവത്തിന്റെ ഹിതമെങ്കിൽ ഞങ്ങൾ അതിനും ഇതാണ്. വി ട്രസ്റ്റ് the disposal of our God, whatever it may be. The outcome is not of our concern. Our concern is the Lord who determines the outcome. അങ്ങനെ ഇപ്പം നമ്മള് പോസിറ്റീവ് ഔട്ട്കമ്മിന് വേണ്ടി ചിന്തിക്കുകയും പോസിറ്റീവ് ഔട്ട്കമ്മിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് പകരം, ദൈവമേ, സാഹചര്യം ഇതൊക്കെയാ, നിന്റെ ഹിതം, അങ്ങനെ നമ്മൾ ചിന്തിക്കുമെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങൾ ദൈവം കാണുന്ന വിധത്തിൽ കാണാനും, നമ്മൾ ജീവിതത്തിന്റെ സെന്റർ, ഫോക്കസ് ദൈവവും ദൈവപ്രവൃത്തികളും ആയിരിക്കുന്നു എങ്കിൽ, നമ്മളുടെ ഉറപ്പ് ക്രിസ്തുവിൽ ആയിരിക്കുന്നു എങ്കിൽ, വി ക്യാൻ എക്സ്പ്രസ് ദ ജോയ്. ഏത് സാഹചര്യങ്ങളിലും പൗലോസ് പറഞ്ഞതുപോലെ സന്തോഷിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സർക്കംസ്റ്റാൻസസ്. സന്തോഷത്തിന്റെ വേളകളിലും സന്താപത്തിന്റെ വേള. 4-ാം അധ്യായത്തോട്ട് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അത് നമ്മൾ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, പട്ടിണിയായിട്ടിരിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിലായിട്ടിരിക്കാൻ എനിക്കറിയാം, കപ്പൽ ഛേദത്തിൽ അകപ്പെടാൻ എനിക്കറിയാം, അടികൊള്ളാൻ എനിക്കറിയാം. ഇതൊക്കെ എന്തൊക്കെ ആയാലും എന്നെ ശക്തനാക്കുന്നവനൊരുത്തനുണ്ട്. എൻ്റെ ക്ഷീണത്തിൽ എന്നെ ശക്തനാക്കുന്നവനും, എൻ്റെ ബലഹീനതയിൽ എന്നെ ശക്തനാക്കുന്നവനും, എൻ്റെ ധനത്തിലും എൻ്റെ മാനത്തിലും എൻ്റെ ഉയർച്ചയിലും എന്നെ ശക്തനാക്കുന്നവനും ഒരുവനുണ്ട്. അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ശക്തനാകും, ഇറസ്പെക്റ്റീവ് ഓഫ് മൈ സർക്കംസ്റ്റാൻസസ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. അപ്പൊ നമ്മള് യെരമ്യാ പ്രവചനം 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം പറയുന്നത് എന്തുവാ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മൾ ആ വാക്യം വളരെ ശ്രദ്ധിച്ചൊന്ന് വായിക്കണം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, നമ്മളെല്ലാവരും ശുഭഭാവി പ്രത്യാശിക്കുന്നവർ, അത് നമുക്ക് തരുവാൻ തക്കവണ്ണം ആണ് ദൈവം ചിന്തിക്കുന്നതെന്നാണ് യെരമ്യാ പ്രവചനത്തിൽ കൂടെ പറയുന്നത്. അത് തിന്മയ്ക്കല്ല, തിന്മയ്ക്കായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നാൽ പോലും അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായിട്ടുള്ള
നിരൂപണങ്ങൾ, ആ തിന്മയെ നന്മയാക്കി മാറ്റുവാൻ, കാരണം ഔട്ട്കമ്മിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ സാഹചര്യങ്ങൾ നമ്മൾ പതറിപ്പോകത്തില്ല. പതറാതെ നിൽക്കുവാൻ നീ കൃപ ചെയ്യണമെന്ന് പാടും. എന്നാൽ ആ കൃപ പ്രാപിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ എല്ലാ ഇടങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തോമസ് കുട്ടി ബ്രദർ ബാക്കി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഞാൻ ഒരു പ്രാർത്ഥനാ വിഷയങ്ങളുടെ സ്റ്റീവ് പാസ്റ്റർ എനിക്ക് ടെക്സ്റ്റ് ചെയ്തു. അവിടെ പഠിക്കാനായി വന്ന ഒരു പെൺകുഞ്ഞ് കാർ ആക്സിഡന്റിൽ പെട്ട് കാറ് ആക്ച്വലി റൺ ഹെർ ഓവർ. ഹിപ്പ് ബോൺസും ഒടിഞ്ഞു, കാലും ഒടിഞ്ഞു, വെർട്ടിബ്രൽ കോളത്തിനും ഡാമേജ് ഉണ്ട്. അങ്ങനെ സർജറി കഴിഞ്ഞു, സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലായിരിക്കുന്നു. ഗ്രേസ് എന്നാണ് പേര്. പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് സ്റ്റീവ് പാസ്റ്റർ ടെക്സ്റ്റ് ചെയ്തു. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് തോമസ് കുട്ടി ബ്രദർ പ്രാർത്ഥിച്ചു മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറയും. ആമേൻ. സ്തോത്രം. നമ്മളെല്ലാവരും ദിവസങ്ങളിൽ സമർപ്പണത്തോടെ ആയിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേ ഒരുമിച്ച് സ്തുതിക്കുന്നു. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിനോടുള്ള ബന്ധത്തിൽ ഒരു ആത്മീക കൂട്ടായ്മ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ച, ഇതുവരെ ശുഭകരമായ കർത്താവ് ഞങ്ങളെ നടത്തി ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ ഉയർത്തുവാൻ ദൈവമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഒക്ടോബർ മാസം 31 വരെയും കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നു. ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന തോമസ് ബ്രദറിന് വേണ്ടി, ലില്ലാ സൃഷ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും ദൈവകൃപ കൂടെ ഇരുന്ന് ശക്തീകരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ബലഹീനതകൾ, അസ്വസ്ഥതകൾ, പരിധികൾ, പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ജയത്തോടെ ബലത്തോടെ കർത്താവ് നടത്തുന്ന വഴികൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ്. മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന റോഹം ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസനെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷ നിർവഹിക്കാൻ ഞങ്ങളുടെ ബെന്നിബത്തനെയും എലിസബത്ത് സിസ്റ്ററിനെയും മകൾ ബ്യൂളയും കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ, ആത്മാവിൽ ആനന്ദിപ്പാൻ, ആരാധിപ്പാൻ ഒക്കെ ഉതകുന്ന ഗാനങ്ങൾ പാടി ആശ്വസിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം അറിഞ്ഞ് സഹായിക്കണമെന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാനും കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. തിരികെ പ്രകാരമുള്ള മറുപടി തന്ന് കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും നടത്തണമേ. സ്വർഗത്തിലെ അപ്പച്ച അഭിഷക്ത കർത്തൃദാസ ആലീസ് ജേക്കബിലൂടെ അനുഗ്രഹീതമായ സാക്ഷ്യം ഞങ്ങൾ കേട്ടല്ലോ. എത്ര മഹത്തരമായ അനുഭവങ്ങൾ, ആത്മീക പൈതൃകങ്ങൾ, എല്ലാറ്റിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അത്യാഹിതങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന സംഭവങ്ങളിൽ ദൈവമേ കർത്താവിനോട് ചോദ്യം ചെയ്യാതെ ഓരോ ദിവസവും ദൈവകൃപ വ്യാപരിച്ച് നിന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാൻ അത് ഏറ്റെടുക്കുമെന്ന് ഗാനത്തിൽ ഞങ്ങൾ കേൾക്കുന്നത് പോലെ കഷ്ടതയുടെ കയ്പു നീരിൻ പാത്രവും ഹല്ലേലൂയ ഞങ്ങൾ കുടിക്കേണ്ടി വന്നാലും ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുന്ന നിലയിൽ കർത്തൃദാസിയുടെ അനുഭവം തെളിയിക്കുന്നത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ദൈവം സഹായിക്കണമേ, ദൈവം ശക്തീകരിക്കണമേ. പലപ്പോഴും പലതിനും ഞങ്ങൾക്ക് മറുപടി ഇല്ല, ഞങ്ങൾക്ക് പല ചോദ്യചിഹ്നങ്ങൾ ഉണ്ടെങ്കിലും ദൈവം സകലതും നന്മയ്ക്കായി ചെയ്യുന്നു. ചില വിഷയങ്ങളിൽ കർത്താവെ ഞങ്ങൾ കർത്താവിനോട് അടുത്ത് ജീവിക്കുവാൻ ദൈവിക ദർശനങ്ങളും ദൈവശബ്ദങ്ങളും കേൾക്കുന്നതിന് മുഖാന്തരമായി ദൈവദൂതന്മാരുടെ സഹായങ്ങൾ ലഭിക്കുന്നതിന് മുഖാന്തരമായി സംഭവങ്ങൾ മാറ്റിയെടുക്കുന്നതോർത്തും
ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ ദാസിലൂടെ ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ക്രിസ്തുവിന്റെ തേജസ് പരിജ്ഞാനം, ദൈവത്തിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം ഞങ്ങളിൽ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ തന്നെ ഞങ്ങൾക്കുള്ളവരല്ല, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിനായി ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയവരാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവപ്രസാദമുള്ള ജീവിതം കഴിപ്പാൻ ഓരോ ദിവസവും കൃപ ചെയ്യണമേ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഞങ്ങളുടെ തോമസ് ബ്രദറിലൂടെ ലഭിക്കാനിടയായല്ലോ കർത്താവേ. ദൈവമേ, പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും പറയുന്നത് എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കാണെന്നും ഏത് സാഹചര്യത്തിലും കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കണമെന്നും. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ജീവിതത്തിൽ ലഭിക്കുന്ന സാഹചര്യങ്ങളും ഏത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളായാലും ദൈവമേ, അത് എൻ്റെ കർത്താവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കർത്താവാണ് സകലതും നിയന്ത്രിക്കുന്നതെന്നും ശുഭകരമായ ഭാവി ഞങ്ങൾക്ക് നൽകി തരുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് നന്മ, ഞങ്ങൾക്ക് സംഭവിക്കുന്നത് നന്മയ്ക്കാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ഒരു ശക്തിക്കും പിന്തിരിക്കുവാൻ കഴിയുകയില്ലെന്നുള്ള ഉറപ്പ് പ്രാപിച്ചു മുന്നേറുവാൻ ദൈവകൃപ വ്യാപരിക്കേണ്ടതായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു. വിശേഷിച്ച് ഞങ്ങൾക്ക് ലഭിച്ച പ്രാർത്ഥനാ വിഷയത്തിനായി ഞങ്ങളെ കർത്താവെ, ആ പ്രിയ മകളെ തിരുകാരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. മേജറായിട്ടുള്ള ആക്സിഡന്റിൽ അകപ്പെട്ടിരിക്കുന്ന ഗ്രേസ് എന്ന സിസ്റ്ററെ തിരുകാരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ദോഷത്തിനായിട്ടൊന്നും ചെയ്യല്ലേ. അനുഗ്രഹീതമായ നിലയിൽ സൗഖ്യം പ്രാപിച്ച് കർത്താവെ ഭവനത്തിൽ എത്തിയെന്നുള്ള സന്തോഷ വാർത്ത കേട്ട് അത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായിരിക്കാനിടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ ദൈവമേ, ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുത്തിൻ്റെ മകളെ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ തിരുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗീയ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിതം വിലയിരുത്തി മനുഷ്യ ജീവിതത്തിന്റെ നിസാരത്വം ഗ്രഹിച്ചുകൊണ്ട് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവത്തെ ഭയപ്പെട്ട് തിരുവചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ സ്വർഗീയ നിത്യതയ്ക്ക് വേണ്ടി ഓരോ ദിവസവും ഒരുങ്ങി ജീവിക്കുവാൻ എല്ലാവർക്കും കൃപ ചെയ്യണമേ. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ പിതാവേ. സകല മാനവും സകല മഹത്വവും ഞങ്ങൾ അങ്ങയ്ക്ക് വീണ്ടും നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ ഇതും താഴ്മയോടെ അപേക്ഷിക്കുന്ന പിതാവേ, കരുണ തോന്നി കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടനാൽ എല്ലാ ദൈവമക്കൾക്കും കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുയേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മെല്ലാവരോട് കൂടെയും വിശേഷാൽ വചന ശുശ്രൂഷ നിർവഹിച്ച അഭിഷിക്ത കർത്തൃദാസി സിസ്റ്റർ ആലീസ് ജേക്കബിനോട് കൂടെയും തോമസ് ബ്രദറിനോടും കുടുംബത്തോടും കൂടെയും കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവരെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും നമുക്ക് ജയം തന്ന ദൈവത്തിന് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും ദൈവനാമത്തില് നന്ദി പറയുന്നു. നമ്മുടെ സുനിത സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം. സുനിത സാമുവൽ നെക്ക് ബ്രേസും ഒക്കെ ഇട്ട് ഇരിക്കുന്നു. എന്ത് സംഭവിച്ചോന്ന് അറിയത്തില്ല. സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ത്യയിൽ നിന്നും കയറുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അറിയിപ്പുണ്ട്. അടുത്ത വെള്ളിയാഴ്ചത്തെ മീറ്റിംഗ് 5:30 പകരം 6:30 തുടങ്ങുന്നത്. ഇവിടെ സമയം മാറ്റി വെക്കുന്ന സമയമാണ്. അപ്പോൾ അത് 5:30 നേരത്തെ എഴുന്നേക്കേണ്ട കാര്യമില്ല. 6:30 ആകുമ്പോഴേ മീറ്റിംഗ് തുടങ്ങത്തുള്ളൂ. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. സിസ്റ്റർ ആലീസിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദാസിയെയും മക്കളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുക. പലരും ആപത്തനർത്ഥങ്ങളിലൊക്കെ ആയി കിടക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിന്ററൊക്കെ വരികയാണ്. പലർക്കും ന്യൂമോണിയയും അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാതെ ദൈവം കാക്കുവാനായി പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്ത ആഴ്ചയിൽ കാണാം. താങ്ക് യു ബെന്നി ബ്രദറെ. താങ്ക് യു റോഹൻ. ബിന്ദു, ബെറ്റ്സി. മലയാളം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു മലയാളം. മലയാളം നല്ലതായിട്ട് പറയുന്നുണ്ടല്ലോ. താങ്ക് യു. ദൈവകൃപയാ.